السلام عليكم ورحمة الله وبركاته. عليكم الحمد السلام لله ورحمة الله. الذي أنزل قرآنا عربيا غير ذي عوج لعلهم يتقون بلسان عربي مبين لعلكم تعقلون. اللهم صل وسلم وبارك على نبينا محمد وعلى آله وصحبه أجمعين. أهلا وسهلا ومرحبا بكم إلى لقائنا الجديد من لقاءات فهم القرآن على أيسر الطريق. ونحن اليوم في الدورة الأولى من دروس اللغة العربية لغير الناطقين بها. ഖുർആൻ പഠനത്തിന് എളുപ്പവിധക്കിയിൽ നടന്നു വരുന്ന അനറബികൾക്ക് വേണ്ടിയുള്ള അറബി ഭാഷാ പഠന പദ്ധതിയുടെ 1ാം സെമസ്റ്ററിലാണ് നാം ഉള്ളത്. വീഡിയോ ക്ലാസ് അല്ല, വെബിനാർ ക്ലാസ് അറ്റൻഡ് ചെയ്ത് കൃത്യമായി പഠിച്ചു പോകുന്നവർക്ക് അത് വളരെ എളുപ്പത്തിൽ പഠിച്ചു പോകാം എന്നാണ് എൻ്റെ ഈ കഴിഞ്ഞ ക്ലാസ്സുകളിലൂടെയുള്ള പരിചയത്തിൽ എനിക്ക് മനസ്സിലായത്. ഇപ്പോൾ എൻ്റെ കീഴിൽ നടന്നു വരുന്ന 6ാമത്തെ ബാച്ചാണിത്. ചുരുങ്ങിയത് 6ാമത്തെ ബാച്ച്. ഇടയ്ക്ക് ഏതോ ഒരു ബാച്ച് ക്യാൻസൽ ആയി പോയോന്ന് എനിക്കറിയില്ല. ക്യാൻസൽ മീൻസ് ഒരു സെമസ്റ്റർ കഴിഞ്ഞിട്ട് നിർത്തിപ്പോയിട്ടുള്ള. എന്തായാലും 6ാമത്തെ ബാച്ചാണ് ഇത്. അപ്പൊ 6 ബാച്ചുകളെ പഠിപ്പിച്ച് കഴിയുമ്പോഴേക്കും നമുക്കൊരു അവബോധം ഉണ്ടാവും. അതിന് കൂടിയാണ് ഞാൻ നേരിട്ട് ഇത് പഠിപ്പിക്കുന്നത്. എത്രത്തോളം ഗ്രാസ്പിംഗ് പവർ സ്റ്റുഡൻസിനുണ്ടാകും, എത്രത്തോളം ഫോളോ അപ്പ് ചെയ്യാൻ പറ്റും. നിങ്ങൾ നേരിട്ട് ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളോടുള്ള ആശയ സംവേദനത്തിൽ നിന്നും, അതേപോലെ ചോദ്യം ഉത്തരത്തിൽ നിന്നും, അതേപോലെ മൈൻഡ് ടു മൈൻഡ് കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവും. നമ്മൾ ക്ലാസ്സിൽ ഡയറക്റ്റ് അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ മൈൻഡ് ടു മൈൻഡ് കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവും. ആ കമ്മ്യൂണിക്കേഷനിൽ നിന്നും നമുക്കൊരു അവബോധം കിട്ടും. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. പിന്നെ 2ാമത് ഓഡിയോ ക്ലാസ് റെക്കോർഡ് ചെയ്യണം എന്ന് പറഞ്ഞാൽ അതിന് വേണ്ടി മെനക്കെട്ട് ഇരുന്ന് തയ്യാറാക്കുന്നതാണ്. അതുകൊണ്ട് ഓഡിയോ ക്ലാസ് കുറച്ച് ബാക്കിലാണ് ഉള്ളത്. നമ്മൾ വെബിനാർ ക്ലാസ് 7 ക്ലാസ് കഴിഞ്ഞു. കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ പറഞ്ഞത് നിസ്സാരമായ സംഗതികളാണ്, പോയിന്റുകൾ. ആ പോയിന്റുകൾ ഒരിക്കലും മറക്കാൻ പാടില്ല. ക്ലാസ് റിവൈസ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം? റിവിഷൻ നടത്തുമ്പോൾ ഈ പാഠം കംപ്ലീറ്റ് ആവർത്തിച്ച് വായിച്ചുകൊണ്ടിരിക്കുന്നാൽ നമുക്ക് നിത്യജീവിതത്തിൽ ഉപയോഗിക്കേണ്ട വാക്കുകൾ കിട്ടും, വാക്യഘടന കിട്ടും. അതേസമയം നമ്മൾ എന്താണ് പഠിച്ചത് എന്ന് ചോദിച്ചാൽ, ഓരോ പാഠത്തിൽ എന്ത് പഠിച്ചതെന്ന് ചോദിച്ചാൽ അതിന്റെ സമ്മറി ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. അതാണ് ആ പാഠത്തിലെ കഥ. 8ാമത്തെ പാഠം 6ഉം 7ഉം നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പഠിച്ചു. 8ാമത്തെ പാഠത്തിൽ ഒരുപാട് സംഭവമൊന്നുമില്ല. 8ാമത്തെ പാഠത്തിൽ എന്താ ഉള്ളത്? അതിൽ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളാണ് ഉള്ളത്. നമ്മൾ നേരത്തെ ഹാദ കിതാബുൻ എന്ന് പഠിച്ചു. ഇനി നമ്മൾ ഹാദൽ കിതാബു എന്ന് പറഞ്ഞ എന്തായിരിക്കും അർത്ഥം? അതാണ് പഠിക്കാൻ പോണത്. ഹാദൽ കിതാബു എന്ന് പറഞ്ഞാൽ എന്താർത്ഥം വരും? അതേപോലെ വെയിറ്റ് പാഠത്തിന് സമ്മറി. അപ്പൊ ഇത് നിങ്ങൾ ഓർമ്മിച്ച് വെച്ചാൽ എന്താവും? പാഠം റിവൈസ് ചെയ്യാൻ എളുപ്പമായിരിക്കും. അതെന്തായിരിക്കും എന്നാണ് പറയാൻ പോകുന്നത്. 1. 2ാമത് അമാമ, ഖൽഫ എന്നീ സ്ഥാനത്തെ സൂചിപ്പിക്കുന്ന പദങ്ങൾ. ഖൽഫ എന്ന് പറഞ്ഞാൽ ബാക്കിൽ, അമാമ എന്ന് പറഞ്ഞാൽ മുന്നിൽ. ഖൽഫ ബിഹൈൻഡ്, അമാമ ഇൻ ഫ്രണ്ട് ഓഫ്. അതേപോലെ നമ്മൾ ചില ക്രിയകൾ നേരത്തെ പഠിച്ചിരുന്നു, വെർബ്. ഇപ്പോൾ മറ്റൊരു വെർബും കൂടി പഠിക്കാൻ പോകുന്നു. ഒരു വെർബ്. ഇത്രയും സ്മൂത്ത് ആയിട്ട് ലാംഗ്വേജ് പഠിപ്പിക്കുന്ന ഒരു സിസ്റ്റം നിങ്ങൾക്ക് വേറെ കാണാൻ പറ്റില്ല. ഒരു വെർബ് പഠിപ്പിക്കുന്നത്. 2 വെർബ് നമ്മൾ നേരത്തെ പഠിച്ചിരുന്നു. ഇന്ന് ഒരു വെർബ് കൂടെ പഠിക്കാം. ദഹബയും ഖറജയൊക്കെ നമ്മൾ നേരത്തെ പഠിച്ചു. ഇന്ന് ഒരു വെർബ് കൂടെ പഠിക്കും, ജലസ. ഇതാണ് 8ാമത്തെ ലെസണിലുള്ളത്. അപ്പൊ 8ാമത്തെ ലെസൺ പഠിച്ചു തീർന്നാൽ നമ്മൾ പെട്ടെന്ന് 9ാമത്തെ ലെസണിലേക്ക് പോകും. ഓക്കെ.
ആർക്കെങ്കിലും കഴിഞ്ഞ പാഠങ്ങളിൽ എന്തെങ്കിലും പ്രയാസം തോന്നിയിട്ടുണ്ടെങ്കിൽ ചോദിക്കാനുള്ള വേദി കൂടിയാണ് ഈ വെബിനാർ ക്ലാസ്. കഴിഞ്ഞ ക്ലാസ് 7 വരെയുള്ള ക്ലാസ്സുകൾ പഠിച്ചവർക്ക് ഉള്ള സംശയം എന്ന് പറഞ്ഞാൽ, ഈ സംശയം ചോദിക്കുന്ന ഒരു വെബിനാർ ക്ലാസ്സിൽ പങ്കെടുത്തവരാണെങ്കിൽ സംശയം കുറവായിരിക്കും, എന്നാലും ചോദിക്കാം. കാരണം ഇപ്പോഴും ഒരു വെബിനാർ ക്ലാസ്സിൽ നിങ്ങൾ പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ് എന്ന അർത്ഥത്തിൽ ചോദിക്കാം. ചോദ്യമില്ലേ, നമുക്ക് അടുത്തേക്ക് പോവാം. ഹാസ് എ റജുലു ടാജിറുൻ. നേരത്തെ നമ്മൾ പറഞ്ഞപ്പോ ഹാസ് എ റജുലുൻ എന്ന് പറഞ്ഞു. ദിസ് ഈസ് എ മാൻ. അപ്പൊ എന്താണ് ദിസ് ഈസ് എ മാൻ എന്ന് പറഞ്ഞപ്പോൾ ദാറ്റ് സെന്റൻസ് ഈസ് കംപ്ലീറ്റ്. ആ സെന്റൻസ് പൂർണ്ണമാണ്, വാക്യം പൂർണ്ണമാണ്. ദറ്റ് ഈസ് എ കംപ്ലീറ്റ് സെന്റൻസ്, ഒരു പൂർണ്ണ വാക്യമാണ്. ഹാസ് എ റജുലുൻ എന്ന് പറഞ്ഞു. ദിസ് ഈസ് എ മാൻ. ഹാസ് എ റജുലു എന്ന് പറഞ്ഞാൽ ദിസ് മാൻ എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് നോട്ട് എ കംപ്ലീറ്റ് സെന്റൻസ്. രണ്ടും തമ്മിലുള്ള പ്രധാന വ്യത്യാസം മനസ്സിലാക്കേണ്ടത്. ഹാസ് എ റജുൽ എന്ന് പറഞ്ഞാൽ ദിസ് ഈസ് എ മാൻ, ദിസ് എ കംപ്ലീറ്റ് സെന്റൻസ്. ഹാസ് എ റജുലു എന്ന് പറഞ്ഞാൽ ദിസ് മാൻ എന്ന് പറഞ്ഞപ്പോൾ ദർ ഈസ് സംതിങ് റിമൈനിങ് ടു സേ. പറയാൻ വേണ്ടി ബാക്കി കുറച്ചുകൂടി പറയാൻ ബാക്കിയുണ്ട്. സെന്റൻസ് എന്തായില്ല, കംപ്ലീറ്റ് ആയില്ല. അപ്പൊ ഇത് ബാക്കിയുണ്ടോ ഇല്ലെന്നുള്ള അറിയാൻ വേണ്ടി നമുക്കൊരു ക്ലൂ ഉണ്ട്. ഹാദ ദാലിക്ക പോലുള്ള വാക്കുകളുണ്ടല്ലോ, അതാണ് വന്നിട്ടുള്ളതെങ്കിൽ ഹാദ ദാലിക്ക പോലുള്ള വാക്കുകൾ വന്നു. ശേഷമുള്ളതിന് അൽ ഉള്ള നാമമാണെങ്കിൽ, ദാറ്റ് മീൻസ് ദർ ഈസ് സംതിങ് മോർ. അവിടെ പിന്നെയും എന്തോ ബാക്കിയുണ്ടെന്നാണ്. ഹാദൽ റജുലു, ഹാദൽ മർഅതു, ഹാദൽ കിതാബു, ദാലിക്കൽ കിതാബു എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ സെന്റൻസ് കംപ്ലീറ്റ് ആയില്ല, പിന്നെയും ബാക്കിയുണ്ട് എന്നാണ്. ഇത് ഇതിന്റെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഞാൻ ഈ ഗ്രമറ്റിക്കൽ വേയിലല്ല പോകുന്നത്. ഞാൻ പോകുന്നതാണ് നമ്മൾ സാധാരണ കോമൺ സെൻസ് വേ ആണ്. അതായത് യൂസ് ഇറ്റ് ആസ് എ ചൈൽഡ്. ഒരു കുട്ടിയോട് എങ്ങനെ പറഞ്ഞാൽ, ഒരു സ്റ്റുഡന്റ്, നമ്മൾ പഠിക്കുന്ന ശിശുക്കളാണ്, കുഞ്ഞുങ്ങളാണ്, സ്റ്റുഡൻസ് ആണ്. അപ്പൊ സ്റ്റുഡൻസിന് എങ്ങനെ ഇപ്പൊ ഉൾക്കൊള്ളാൻ കഴിയും, എങ്ങനെ കൈകാര്യം ചെയ്യാൻ കഴിയും, ആ രീതിയിലാണ്. അപ്പോൾ ഹാദർ റജുലു എന്ന് പറഞ്ഞപ്പോ ദർ ഈസ് സംതിങ് റിമൈനിങ്. എന്താ റിമൈനിങ്? ടാജിറുൻ, കച്ചവടക്കാരൻ. നമ്മൾ നേരത്തെ പഠിച്ചു, ഈ പുരുഷൻ കച്ചവടക്കാരനാണ്. മലയാളത്തിൽ പറഞ്ഞാൽ ഈ മനുഷ്യൻ കച്ചവടക്കാരനെന്ന് പറയാം. റജുൽ എന്ന് പറയുന്നിടത്ത് മനുഷ്യൻ എന്ന അർത്ഥം. അവിടെ ജെൻഡർ, പല സ്ഥലങ്ങളിലും ജെൻഡർ പ്രസക്തമായിരിക്കുകയില്ല. ചില സ്ഥലങ്ങളെങ്കിലും റജുൽ എന്ന് പറയുന്നിടത്ത് മനുഷ്യന് മൊത്തം ഉണ്ടാവും. അപ്പൊ നമ്മൾ മലയാളത്തിൽ പറയും ഈ മനുഷ്യൻ, അവിടെ ജെൻഡർ പ്രസക്തമായിട്ടല്ല പറയുന്നത്. നമ്മൾ ഈ മനുഷ്യൻ കച്ചവടക്കാരനാണ് മലയാളത്തിൽ പറയുമ്പോൾ. പക്ഷെ എന്താണ്, അദ്ദേഹം മെയിലാണ് സംഭവം. അങ്ങനെയുള്ള ആളെ കുറിച്ചാണ് റജുൽ എന്ന് പറഞ്ഞിരിക്കുന്നത്. സൂചിപ്പിക്കാൻ വേണ്ടി മലയാളത്തിൽ പറയുമ്പോൾ ഈ പുരുഷൻ കച്ചവടക്കാരനാണെന്ന് മലയാളത്തിൽ പറയും. ഹാദർ റജുലു ടാജിർ. അപ്പൊ സെന്റൻസ് പൂർണ്ണമാണ്. വദാലിക റജുലു തബീബ്, ആൻഡ് ദാറ്റ് മാൻ ഈസ് എ ഡോക്ടർ. അപ്പൊ ദാലിക്കയ്ക്ക് ശേഷം അൽ ഉള്ള നാമമാണ്. അപ്പൊ സെന്റൻസ് പൂർണ്ണമല്ല. അദ്ദേഹത്തെ കുറിച്ച് പിന്നെ ഒരു വിവരം പറയാമോ? അതാണ് തബീബ്, ഡോക്ടർ. അദ്ദേഹം ഡോക്ടറാണ്. ദാലിക റജുലു തബീബ്. ഇസ്മു താജിരി മഹ്മൂദ്. വേറൊരു രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്താൽ ഹാദ ബൈത്തുൻ എന്ന്, ഹാദ റജുലുൻ എന്ന് പറഞ്ഞപ്പോൾ ഹാദയ്ക്ക് ശേഷം അൽ ഇല്ലാത്ത നൗണാണ് വന്നിരിക്കുന്നതെങ്കിൽ ഹാദ എന്നുള്ളത് സെന്റൻസിന്റെ ഫസ്റ്റ് പാർട്ടും റജുൽ എന്നുള്ള സെക്കൻഡ് പാർട്ടുമാണ്. ഹാദ റജുലു എന്ന് ഹാദയ്ക്ക് ദാലിക്കയ്ക്ക് ശേഷം അൽ ഉള്ള നൗണാണ് വന്നിരിക്കുന്നതെങ്കിൽ രണ്ടും കൂടെ ചേർന്നിട്ടാണ് ഫസ്റ്റ് പാർട്ട്. ഹാദ റജുലു ഫസ്റ്റ് പാർട്ടാണ്. അതിന്റെ സെക്കൻഡ് പാർട്ട് എന്താ? താജിർ. അപ്പൊ ഫസ്റ്റ് പാർട്ടിനെ കുറിച്ച് ഒരു ഇൻഫർമേഷൻ ആണ് സെക്കൻഡ് പാർട്ടിൽ തരുന്നത്. നെക്സ്റ്റ് ഇസ്മു താജിരി മഹ്മൂദ്. അപ്പൊ നേരത്തെ പറഞ്ഞ പോലെ ഇസ്മു താജിരി കച്ചവടക്കാരന്റെ പേര്. നമ്മൾ മുമ്പ് രണ്ടെണ്ണം ബന്ധപ്പെടുത്തുന്നതിനെ കുറിച്ച് പറഞ്ഞിരുന്നു.
ഇന്ത്യയുടെ എന്ന അർത്ഥത്തിൽ ബന്ധപ്പെടുത്തുന്നതിനെ കുറിച്ച് പറഞ്ഞു. അപ്പോ ഇസ്മു താജിരി രണ്ടാമത്തെ കെസ് കൊടുത്താൽ കച്ചവടക്കാരന്റെ ഇസ്മ, താജിറിന്റെ ഇസ്മ, കച്ചവടക്കാരന്റെ പേര്. ഇസ്മു താജിരി മഹ്മൂദ്, കച്ചവടക്കാരന്റെ പേര് മഹ്മൂദ് എന്നാണ്. അപ്പൊ ഇസ്മു താജിരി എന്ന് പറഞ്ഞതാണ് ഫസ്റ്റ് പാർട്ട്. അതിന്റെ സെക്കൻഡ് പാർട്ടാണ് മഹ്മൂദ് എന്ന്. കച്ചവടക്കാരന്റെ പേര് മഹ്മൂദ് എന്നാണ്. വസ്മു തബീബി സഈദ്, വസ്മു തബീബി ഡോക്ടറിന്റെ പേര് സഈദ്. നമ്മൾ ഏത് വാക്യം കിട്ടിയാലും അതിന് എന്ത് ചെയ്യണം? ഫസ്റ്റ് പാർട്ട് ഏത്, സെക്കൻഡ് പാർട്ട് ഏതെന്ന് നോക്കണം. അപ്പൊ ഇസ്മു തബീബി, അപ്പൊ എന്താ പറയുന്നത്? ഇസ്മ നാമ പേരിനെ കുറിച്ചാണ് പറയുന്നത്. ആരുടെ പേരിനെ കുറിച്ചാണ് പറയുന്നത്? തബീബിന്റെ പേരിനെ കുറിച്ചാണ്, ഡോക്ടറിന്റെ പേരിനെ കുറിച്ചാണ്. അപ്പൊ എന്താണ് അത്? ഫസ്റ്റ് പാർട്ടാണ്. ഡോക്ടറിന്റെ പേരിനെ കുറിച്ച് എന്ത് പറയുന്നു? സഈദ് ആണെന്ന് പറഞ്ഞു. അപ്പൊ സെക്കൻഡ് പാർട്ടാണ്, സഈദ് സെക്കൻഡ് പാർട്ടാണ്. വസ്മു തബീബി സഈദുൻ and the name of the doctor is സഈദ്. സഈദ്. ഹാദൽ ബാബു ലിത്താജിരി, ഹാദൽ ബൈതു ലിത്താജിരി, ഹാദൽ ബൈതു ലിത്താജിരി. അവൻ പറഞ്ഞു ഹാദൽ ബൈതു, ഈ വീട്. അപ്പോ ഹാദ അടങ്ങുന്ന, ഹാദയ്ക്ക് ശേഷം അൽ വന്നുകൊണ്ട് അത് അടങ്ങുന്ന രണ്ടും കൂടി ചേർന്നിട്ടാണ് ഫസ്റ്റ് പാർട്ട്. ഹാദൽ ബൈതു, ദിസ് ഹൗസ്. ലിത്താജിർ, ലീ നമ്മൾ പറഞ്ഞു, ലീ എന്ന് പറയുന്നത് പൊസഷനെ സൂചിപ്പിക്കാൻ, ഉടമസ്ഥതയെ സൂചിപ്പിക്കാൻ ഉപയോഗിക്കും. ലിത്താജിരി, കച്ചവടക്കാരനുള്ളതാണ്. മലയാളത്തിൽ പറഞ്ഞാൽ കച്ചവടക്കാരൻ്റെതാണ്. പക്ഷെ ഇന്ത്യ എന്ന, മലയാളത്തിൽ നമ്മൾ പറയുന്ന ഇന്ത്യ എന്ന യൂസേജ് അല്ല ഇവിടെ. ലീ ഉപയോഗിച്ചിട്ടാണ് പൊസഷൻ പറഞ്ഞത്, ഉടമസ്ഥത. ഹാദൽ ബൈതു ലിത്താജിരി, ഈ വീട് കച്ചവടക്കാരനുള്ളതാണ്. വസാലിക്കൽ ബൈതു ലിത്തബീബ്. അപ്പൊ ഹാദയും ദാലിക്കയും നമ്മൾ ഒരുമിച്ച് പറഞ്ഞ് പഠിക്കുകയാണ്. കാരണം എന്താ? അതയ്ക്ക് ശേഷം അൽ വന്നാൽ അത് അടങ്ങുന്നതാണ് ഫസ്റ്റ് പാർട്ട്. ദാലിക്ക് ശേഷം അൽ വന്നാൽ അതേപോലെയാണ്. ദാലിക്കൽ ബൈതു ലിത്തബീബി, that is belongs to the doctor, അത് ഡോക്ടറിനുള്ളതാണ്. ബൈത്തു താജിരി, അപ്പൊ ഇന്ത്യ എവിടെയാന്ന് അർത്ഥമില്ല. ബൈത്തു താജിരി, കച്ചവടക്കാരന്റെ വീട്. അമാമൽ മസ്ജിദി, അമാമ, അമാമ എന്ന് പറഞ്ഞാൽ ഒരു സ്ഥാനം പറയാൻ ഉപയോഗിക്കുന്നതാണ്. മുൻഭാഗം എന്നാണ് അതിന്റെ മീനിങ്. അപ്പൊ അമാമ എന്ന വാക്ക് സ്ഥാനം പറയാൻ ഉപയോഗിക്കുന്നതാണ്. അതിന് ശേഷം ഉള്ള വാക്കിന് കസ്ർ കൊടുക്കണം. സ്ഥാനം പറയുമ്പോൾ, ആ സ്ഥാനം വരുമ്പോൾ അതിന് ശേഷമുള്ള ഇന്ത്യ എവിടെ എന്ന അർത്ഥത്തിലായിരിക്കും വരിക. ഒരു സ്ഥാനം പറഞ്ഞു, ആ സ്ഥാനം ഏതിന്റെ മുന്നിൽ, ഏതിന്റെ പിന്നിൽ, ഏതിന്റെ വലതുവശത്ത്, ഏതിന്റെ ഇടതുവശത്ത് എന്ന് പറയുമ്പോൾ ഇന്ത്യ എവിടെ എന്നല്ലേ വരിക. അവളുടെ മുന്നിൽ, അവന്റെ പിന്നിൽ എന്നൊക്കെ പറയുമ്പോൾ ഇന്ത്യ എവിടെ എന്ന അർത്ഥത്തിലാണ് വരിക. അപ്പോൾ അതിനുശേഷം വരുന്നതിന് കസ്റായി. സ്ഥാനത്തെ സൂചിപ്പിക്കാൻ വരുന്ന പദത്തിന് ശേഷം വരുന്നതിന് കസ്റായിരിക്കും. അപ്പോ അമാമൽ മസ്ജിദി, ഇൻ ഫ്രണ്ട് ഓഫ് ദ മസ്ജിദ്, മസ്ജിദിന്റെ മുന്നിലാണ്. ബൈത്തു താജിരി, കച്ചവടക്കാരന്റെ വീട്. അമാമൽ മസ്ജിദി, മസ്ജിദിന്റെ മുന്നിലാണ്. ബൈത്തു തബീബി ഖൽഫൽ മദ്രസത്തി. അപ്പം അമാമയും ഖൽഫയും എന്താണ്? സ്ഥാനങ്ങൾ പറയുന്നതാണ്. അതിന് ശേഷമുള്ളതിന് കസർ. ഖൽഫ പിന്നിൽ, അമാമ ഇൻ ഫ്രണ്ട് ഓഫ്, ഖൽഫ ബിഹൈൻഡ്. ഖൽഫൽ മദ്രസത്തി എവിടെയാണ്? ബൈത്തു തബീബി. അയിന ബൈത്തു തബീബി, ഖൽഫൽ മദ്രസത്തി. ബൈത്തു തബീബി ഖൽഫൽ മദ്രസത്തി. അയിന ബൈത്തു താജിരി, ബൈത്തു താജിരി അമാമൽ മസ്ജിദ്. ലിമൻ ഹാദിഹി സയ്യാറത്തു വലിമൻ തിൽക, ലിമൻ ഹാദിഹി സയ്യാറത്തു വലിമൻ തിൽക. ഈ സയ്യാറ ആരുടേതാണ്? വലിമൻ തിൽക, അത് ആരുടേതാണ്? ആരുടേതാണ്?
ആ, സയ്യാറ ഖുറാനിലുണ്ടെന്ന് പറഞ്ഞു. ആരെങ്കിലും കണ്ടുപിടിച്ചോ സയ്യാറ എവിടെയാണ് ഖുറാനിലുള്ളത്? സൂറത്ത് യൂസഫിലുണ്ട്. യൂസുഫിലുണ്ട്. നമ്മൾ വായിച്ചപ്പോ കിട്ടിയോ? വായിച്ചു നോക്കണം, ഒരുപാട് വായിക്കണം. നമ്മൾ പറയുന്ന ഉസ്താദ് പറയുന്നതൊക്കെ അതിനകത്തുണ്ടോ? ഈ പറയുന്ന വാക്കുകളൊക്കെ ഖുറാൻ പഠിക്കാൻ വേണ്ടിയാണ് പറയുന്നത്. ഇതൊക്കെ എന്താണ്? ഇസ്ലാമിസ്റ്റുകൾ തയ്യാറാക്കിയ പുസ്തകങ്ങളാണ്. ദീനി പ്രവർത്തകർ ഖുർആനിന് വേണ്ടി ജീവിതം ഒഴിഞ്ഞു വെച്ച മഹാനായിരുന്നു ഡോക്ടർ അബ്ദുൾ റഹീം. ഡോക്ടർ വി അബ്ദുൾ റഹീം, വാണിയമ്പാടി അബ്ദുൾ റഹീം. അദ്ദേഹം ജോലിയിൽ നിന്നും വിരമിക്കുന്ന സന്ദർഭത്തിൽ ഖുർആൻ കോംപ്ലക്സില് തർജിമ വിഭാഗത്തിലായിരുന്നു. കിങ് ഫഹദ് ഖുർആൻ കോംപ്ലക്സ് മദീനയിൽ. ഓക്കെ. ലിമൻ ഹാദിഹി സയ്യാറത്തു വലിമൻ തിൽക. എന്തുകൊണ്ട് ഹാദിഹി എന്ന വാക്ക് ഉപയോഗിച്ചു? എന്തുകൊണ്ട് തിൽക എന്ന വാക്ക് ഉപയോഗിച്ചു? എന്തുകൊണ്ട് ദാരിക്കും ഹാദായി ഉപയോഗിച്ചില്ല? സ്ത്രീലിംഗം ആയതുകൊണ്ട് ഇയാളത്തിന്റെ സ്ത്രീലിംഗമാണെന്നുള്ള അടയാളം കേട്ടുള്ള ഹാദിഹി സയ്യാറത്തു ലിത്വബീബി. അപ്പൊ ഹാദിഹി, അപ്പൊ ലിമൻ ഹാദിഹി സയ്യാറത്തു അത് ഒരു സംഭവമാണ്, രണ്ടും കൂടെ ഒരുമിച്ചുള്ളതാണ്. ഹാദിഹി സയ്യാറത്തു, ഈ കാർ എന്ന് പറയുന്നത് ഒരുമിച്ചുള്ളതാണ്. ലിമൻ ഹാദിഹി സയ്യാറത്തു, ഈ കാർ ആരുടേതാണ്? അതേപോലെ ഹാദിഹി സയ്യാറത്തു, ഈ കാർ ലിത്തബീബി, ബിലോങ്സ് ടു ദ ഡോക്ടർ, ഡോക്ടറിനുള്ളതാണ്. വതിൽ കരിത്താജിരി, അത് കച്ചവടക്കാരനുള്ളതാണ്. ഹാദിഹി സയ്യാറത്തു മിനൽ യാബാനി വതിൽക മിൻ അംരീക. എന്താ അർത്ഥം? ഹാദിഹി സയ്യാറത്തു മിനൽ യാബാനി, is from Japan. This is from Japan and that is from America. This car is from Japan and that is from America. That is the result. അംരീക. അതായത് അറബി ലാംഗ്വേജ് ലോൺ എടുക്കുമ്പോൾ പറഞ്ഞാൽ ബോറോ ചെയ്യുമ്പോൾ, ലോൺ എന്നല്ല, ബോറോ ചെയ്യുമ്പോൾ വേർഡ്സ് ബോറോഡ് വേർഡ്സ് എന്നാ പറയുന്നത്. ബോറോ ചെയ്യുമ്പോൾ അതിന് അറബീകരിച്ചിട്ടാണ് ഉപയോഗിക്കുക. അപ്പൊ അമേരിക്ക എന്നുള്ളത് ബോറോ ചെയ്യേണ്ട കാര്യമില്ല. അമേരിക്ക എന്ന വാക്ക് ഒരു രാജ്യത്തിന്റെ പേരാണ്. ആ രാജ്യത്തിന്റെ പേര് വെക്കുമ്പോൾ അറബീകരിച്ചിട്ടാണ് ഉപയോഗിക്കുക. പറയുമ്പോ എന്തും പറയാം, ഒരു പ്രശ്നവുമില്ല. നമ്മൾ മലയാളത്തിൽ സംസാരിച്ച് നോക്കിക്കേ, എല്ലാ ആഴ്ചയും പറയുന്നുണ്ടോ? ഇല്ല. എല്ലാ ഹർക്കത്തും പറയുന്നുണ്ടോ? നമ്മൾ കറക്റ്റായിട്ട് പറയുന്നുണ്ടോ? ഇല്ല. ഞാൻ പോകുന്നു എന്ന് പറഞ്ഞാൽ കാ എവിടെ പോയി? ഞാൻ പോകുന്നു എന്ന് വായിട്ടാണ് നമ്മൾ എഴുതുക. ഞാൻ പോകുന്നു എന്നാണ് എഴുതുക. കാ പോയിട്ട് വായിൽ പോയിട്ട് വാവിന്റെ എവിടെ പോയി? അപ്പൊ അത് പ്രാദേശിക ഭാഷാ വൈവിധ്യങ്ങൾ അല്ലെങ്കിൽ സംസാര ശൈലി ഇതൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് അത് മാത്രം. നമ്മൾ എന്തുകൊണ്ടാണ് കമ്മ്യൂണിക്കേറ്റീവ് എന്ന് പേര് കൊടുത്തത്? നമ്മുടെ കൊളോക്കിയൽ ലാംഗ്വേജ് അല്ല പഠിക്കുന്നത്, നമ്മള് ഒറിജിനൽ ലാംഗ്വേജാണ് പഠിക്കുന്നത്. ഫോർമൽ ലാംഗ്വേജ് ആണ്. ഫുസ്ഹ എന്ന് പറയും, ഫുസ്ഹ. ഇത് പഠിച്ചിട്ട് നിങ്ങൾ ലോകത്ത് എവിടെ ചെന്നാലും ഇതേ ഭാഷ സംസാരിക്കാൻ പറ്റും. ലോകത്ത് എല്ലായിടത്തും അറബി സംസാരിക്കുന്നുണ്ട് കേട്ടോ. അമേരിക്കയിൽ ചെന്നാലും അറബി സംസാരിക്കുന്നുണ്ട്. ലോകത്തെല്ലായിടത്തും അറബി സംസാരിക്കുന്ന ആൾക്കാരുണ്ട്. അവിടെ ആൾക്കാർ അറബി സംസാരിച്ചു. നമ്മളിവിടെ അറബി സംസാരിക്കുന്നുണ്ട്. ഓക്കെ. അപ്പൊ അംരീക. സംശയം ചോദിക്കട്ടെ? നമ്മൾ വജ്ജഹത്ത് ഓതുമ്പോൾ അതിനകത്ത് ഇന്ന സ്വലാത്തി എന്ന് പറയുന്നില്ലേ? അവിടെ ആ ഇന്ന സ്വലാത്തി എന്നുള്ളത് ഇന്ന സ്വലാത്തിന്നാണോ അതോ ഇന്ന സ്വലാത്തിന്നാണോ? സ്വാധീന ശ്രദ്ധില്ല. ഇല്ല. അപ്പൊ ഇന്ന സ്വലാത്തിന്നാണ്. ഞാൻ പഠിപ്പിച്ചപ്പോഴത്തേക്ക്, ഞാൻ 15 വയസ്സുള്ളപ്പോഴാണ് ഇത് പഠിപ്പിച്ചിരിക്കുന്നത്. 16-17 വയസ്സുള്ളപ്പോഴൊക്കെയാണ് ഇത് പഠിപ്പിച്ചിരിക്കുന്നത്. അപ്പോഴൊക്കെ നന്നായിട്ട് പഠിപ്പിച്ചിട്ടുണ്ട്. അവിടെ ഇന്നയ്ക്ക് ശേഷം ശ്രദ്ധില്ല, സ്വാധീന ശ്രദ്ധില്ല, സ്വലാത്തി എന്ന്. പല ആളുകളും പറയുന്നത് ഇന്ന സ്വലാത്തി, ശ്രദ്ധിച്ചിട്ടാണ് പറയുന്നത്. അതൊക്കെ അവരുടെ കുഴപ്പമാണ്. അതായത് പഠിപ്പിക്കുന്നിടത്തുള്ള കുഴപ്പമാണ്.
പഠിപ്പിക്കുമ്പോൾ എന്ത് ചെയ്യണം? 1-ാം ക്ലാസ്സിൽ പഠിപ്പിക്കാൻ വേണ്ടി 1000-2000 രൂപ അധികം കൊടുക്കണം അധ്യാപകന്. കാരണം ആ കുട്ടികളെയൊക്കെ കറക്റ്റായിട്ട് പഠിപ്പിച്ച് കിട്ടുക എന്നുള്ളത് ഇച്ചിരി പാടാണ്. 1-ലും 2-ലും 3-ലും അല്ലെങ്കിൽ പ്രൈമറി ക്ലാസ്സുകളിൽ എല്ലാത്തിലും ശമ്പളം കൂടുതൽ കൊടുത്ത് നല്ല അധ്യാപനം വെക്കും. നമ്മൾ ഇതിലേക്കൂടെ പോയ അക്ഷരം പോലും വായിച്ചിട്ടില്ലാത്ത ആൾക്കാരെയാണ് പിടിച്ച് അക്ഷരം എഴുതാൻ അക്ഷരം പഠിപ്പിക്കാൻ ഏൽപ്പിക്കുന്നത്. അത് ശരിയാവില്ല. നമ്മൾ എന്ത് ചെയ്യണം? അതിന്റെ ഇമ്പോർട്ടൻസ് അനുസരിച്ചാണ് ഞാൻ പറഞ്ഞത്. നമ്മൾ ആരെങ്കിലും കമ്മിറ്റിയിലുണ്ടെങ്കിൽ അവരുടെ കമ്മിറ്റിക്കാരോട് പ്രത്യേകം പറയണം, നിങ്ങൾ ഈ വജ്ജയത്തൊക്കെ പഠിപ്പിക്കാൻ കറക്റ്റ് അറിയുന്നവർ. കാരണം ജീവിതാവസാനം വരെ ചെയ്യേണ്ടതാണ്. നമ്മൾ ഇന്നൊക്കെയിലാണ് കൊണ്ട് കുട്ടികൾ നിർത്തുക. ഇന്നൊക്കെ അടുത്ത സെന്റൻസ് ആണ്. അപ്പൊ ബിഹി മിന്നി ഇതാണ് അവിടെ നിർത്തേണ്ടത്. അങ്ങനെ ഒരുപാട് വിഷയമുണ്ട്. അപ്പൊ നമ്മൾ അറബി പഠിച്ചു വരുമ്പോഴത്തേക്ക് ശരിയാവും. നമ്മളെങ്കിലും ഇനി എന്ത് ചെയ്യണം? അങ്ങനെയുള്ള സംഗതികൾ ആരെങ്കിലും പിടിച്ചിട്ട് നിർത്തരുത്. ഓക്കെ, ഇതാണ് പാഠം. അടുത്ത ഇനി അതിന്റെ എക്സസൈസ് ആണ്. കുറെ ചോദ്യങ്ങളൊക്കെ ഞാൻ ഇതിൽ ചോദിച്ചിരുന്നു. മൻ ഹാദർ റജുലു വമൻ ദാലിക റജുലു. എന്താ പറഞ്ഞത്? ഈ പുരുഷൻ ആരാണ്? അതെ, അതിന്റെ ഉത്തരം പറയും. എന്താ ക്ലാസ്സിൽ പറഞ്ഞത്? ആദർ റജുലു താജിറു هذا الرجل تاجر. ذلك رجل طبيب. وذلك الرجل طبيب. ما اسم التاجر؟ اسم اسم التاجر تاجر محمود. اسم التاجر محمود. ما اسم الطبيب؟ اسم الطبيب سعيد. الطبيب سعيد. من أين سيارة الطبيب؟ سيارة الطبيب أمام المسجد. أمام البيت. أمام المسجد. من أين نأتي؟ من أين؟ من أوكي. أين؟ Where is it from? من ياباني. من الياباني. ജായില്ല, ജാപ്പാൻ അല്ല പറയുന്നത്. മിനൽ യാബാനി. അടുത്തത് ഹംസ. മിൻ അയിന സയ്യാറത്തു താജിരി? سيارة التاجر من أمريكا. من أمريكا. 6. أين بيت التاجر؟ أين بيت التاجر؟ بيت بيت التاجر التاجر أمام المسجد. أمام بيت المسجد. التاجر أمام المسجد. അവിടെ നമുക്ക് പ്രോനോൺ ഉപയോഗിച്ചോണെങ്കിലും പറയാം. هو എന്ന് പറഞ്ഞല്ലേ? അയിന ബൈത്ത് താജിരി എന്നാ ചോദിച്ചത്. هو where is the house of the businessman or the هو trader? البيت. അപ്പൊ എന്ന് പറയാം, that بيت is التاجر. in front of എന്ന് പറയാം. അവന്റെ വീട് ഹുവൽ ബൈത്തു. അല്ല, بيت التاجر. ദാറ്റ് ഈസ് هو أمام. താജിറിനെ കുറിച്ച്, ബൈത്തിനെ കുറിച്ചാണ് ചോദിച്ചത്. അതിനെ ബൈത്തു താജിരി. The question is about the bait, about the house. So the answer can be, it is, ഇംഗ്ലീഷ് പറയുമ്പോൾ it is in front of the masjid എന്ന് പറയും. അപ്പൊ അറബിയിൽ പറയുമ്പോൾ ഇറ്റ് അല്ല ഉപയോഗിക്കുക, هذا. ഹാദ അല്ലെങ്കിൽ ഹുവ. അല്ല ഹുവ. അത് എന്ന് പറയാൻ വേണ്ടി എന്ത് ഉപയോഗിക്കും? ബൈത്ത് മസ്കുലിനാണ്, അതിന് ഫെമിനാണെന്ന് തെളിയിക്കുന്ന അടയാളങ്ങളൊന്നുമില്ല. അപ്പൊ ഹുവ അമാമൽ മസ്ജിദ് എന്ന് പറയാം. അയിന ബൈത്ത് തബീബി അങ്ങനെയാണെങ്കിൽ ബൈത്തു തബീബി പ്രോനോൺ ഉപയോഗിച്ചിട്ട് എങ്ങനെ പറയാം? هو الطبيب ഹുവ എവിടെയാണ്? أمام خلف المدرسة. ഖൽഫൽ മദ്രസത്തി. എന്താ ഖൽഫൽ മദ്രസ എന്ന് പറഞ്ഞാല്? മദ്രസയുടെ മദ്രസ എന്ന് പറഞ്ഞാൽ അറബി സ്കൂളിന്റെ പറയും. സ്കൂളിന്റെ പറയും. ഞാൻ പറഞ്ഞു, നമ്മൾ ഈ ചില വാക്കുകൾ അങ്ങനെ ഉപയോഗിക്കുന്നതുകൊണ്ട് ഒരുപാട് ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകും. മദ്രസ എന്ന് പറഞ്ഞാൽ എന്തോ സംഭവമാണ് എന്ന് തോന്നല.
ഈ മദ്രസ, സോക്കാൾഡ് മദ്രസ ഉണ്ടല്ലോ, ഇന്ത്യയിൽ മദ്രസ എന്നറിയപ്പെടുന്ന മദ്രസ, അത് റെക്കഗ്നൈസ്ഡ് സ്കൂളുകളാണ്. നമ്മൾ മുമ്പ് റെക്കഗ്നൈസ്ഡ് സ്കൂൾ ഉണ്ടായിരുന്നല്ലോ. റെക്കഗ്നൈസ്ഡ് സ്കൂളുകളാണ്, ഗവൺമെന്റ് റെക്കഗ്നൈസ്ഡ് സ്കൂളുകളാണ്. അവിടെ കണക്കും സോഷ്യൽ സ്റ്റഡീസും എല്ലാം പഠിപ്പിക്കും, കൂട്ടത്തിൽ ഖുറാനും പഠിപ്പിക്കും. കാരണം അത് മുസ്ലിങ്ങൾ നടത്തുന്നുണ്ട്. അത് മദ്രസ എന്ന് പേരിട്ടത് ആ ഉറുദുവിൽ സ്കൂളിന് മദ്രസ എന്നാ പറയുക, അതുകൊണ്ടാ. ഓക്കെ, എക്രാ വക്ത് ഒരാൾ വായിക്കൂ. അല്ലവൽ ഹാദൽ വലതു ഖാലിദുൻ വദാലിക്കൽ വലതു മുഹമ്മദ്. മുഹമ്മദ് സാനി. രണ്ടാമത്തെ ഒരാൾ വായിക്കും. هذا الرجل مدرس وذلك الرجل مهندس. സലാസ. അടുത്ത ആള് ഹാദൽ വായിച്ചു കിതാബു ഉറക്കെ വായിക്കൂ. ജദീദുൻ വദാലിക്കൽ കിതാബു ഖദീമുൻ. ആ, അപ്പൊ ഇവിടെ നമ്മൾ പിന്നെ ജദീദും ഖദീമും ഉപയോഗിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സംഗതി കൂടെ ഉണ്ട്. ആദൽ കിതാബു ജദീദുൻ എന്ന് പറഞ്ഞാൽ ആദൽ കിതാബു എന്നാണ് ഫസ്റ്റ് പാർട്ട്, ജദീദ് എന്നത് സെക്കൻഡ് പാർട്ടാണ്. ഫസ്റ്റ് പാർട്ട് സെക്കൻഡ് പാർട്ടും തമ്മിലുള്ള കണക്ഷൻ എന്താ? ഫസ്റ്റ് പാർട്ടിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്, സെക്കൻഡ് പാർട്ട് അതിനെക്കുറിച്ച് ഒരു ഇൻഫർമേഷൻ തരുന്നതാണ്. അപ്പൊ ഇവിടെ ഹാദൽ കിതാബു എന്നത് ഫസ്റ്റ് പാർട്ടാണ്, അതിനെക്കുറിച്ച് സംസാരിക്കുന്നു. സെക്കൻഡ് പാർട്ട് എന്താണ്? ഇൻഫർമേറ്റീവ് പാർട്ട് എന്ന് പറയാം, അതിനെക്കുറിച്ച് ഒരു ഇൻഫർമേഷൻ തരുന്നതാണ്. എന്തിനാണ് ഇത്രയും വ്യക്തമായി പറയുന്നതെന്ന് പറഞ്ഞാൽ, നമ്മൾ ഗ്രാജുവലി പഠിച്ചു പോകുമ്പോൾ ഇത് സെന്റൻസ് ഇതാണ്, ഫസ്റ്റ് പാർട്ട് ഉണ്ട്, സെക്കൻഡ് പാർട്ട് ഉണ്ട്, അതിന്റെ ഇൻഫർമേഷൻ ആണ് ഈ പറഞ്ഞത് കേട്ടോ. അപ്പൊ നമ്മൾ പെട്ടെന്ന് തോന്നും ഹാദൽ കിതാബ് ജദീദ് എന്ന് പറഞ്ഞപ്പോൾ പറയുന്നത് എങ്ങനെ അതിനെ വിവരിക്കുന്നത് അല്ലേ? ആ, അതിനെ കുറിച്ച് ഒരു ഇൻഫർമേഷൻ തരുന്നതാണ്. ഇങ്ങനെ തന്നെ പഠിച്ചു വെക്കുക. ഞാൻ പിന്നീട് അറബി ടെർമിനോളജി പറഞ്ഞു തരും. പിന്നെ അത് മനസ്സിൽ ഈ സെമസ്റ്ററിലല്ല, കുറെ നാൾ കഴിയുമ്പോഴേ അടുത്ത സെമസ്റ്ററിൽ നിങ്ങൾ ഉണ്ടാവണം. ഇതിലുള്ള എല്ലാം ഈ സെമസ്റ്ററിൽ തന്നെ ഉള്ള എല്ലാ അറിവും പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഹെവി ആവും, പിന്നെ എന്താവും, നാളെ പണി പിടിക്കും. അതുകൊണ്ട് ഇങ്ങനെ മനസ്സിലാക്കി വയ്ക്കുക. കാരണം എന്താണ് കാരണം എന്ന് വെച്ചാൽ, നമ്മൾ ഒറ്റ നോട്ടം നോക്കുമ്പോൾ ഹാദൽ കിതാബു ജദീദ്, ജദീദ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? പുതിയത്. അപ്പൊ നമ്മൾ പുതിയതെന്ന് പറയുമ്പോൾ നമുക്ക് തോന്നും കിതാബിനെ കുറിച്ച് ഒരു വിശേഷണം പറഞ്ഞതാണെന്ന് തോന്നും. അപ്പോ അറബി സെന്റൻസ് വാക്യഘടന അനുസരിച്ച് കിതാബിനെ കുറിച്ചൊരു ഒരു കിതാബിന്റെ വിശേഷണമല്ല ഇവിടെ പറഞ്ഞത്. അടുത്ത ഭാഗത്തിൽ കൂടെ അത് വരുന്നുണ്ട്. അതിന്റെ ബാക്കി പറഞ്ഞതാ ആദൽ കിതാബു, കിതാബിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. അതിനെക്കുറിച്ച് എന്ത് ഇൻഫർമേഷൻ തന്നു? ജദീദുൻ എന്ന ഇൻഫർമേഷനാണ് തന്നത്. സോ അതുകൊണ്ട് സെൻസ് പൂർത്തിയായി. ഫസ്റ്റ് പാർട്ട് എന്ന് പറയുന്നത് അബൌട്ട് വാട്ട് വി ആർ ടോക്കിംഗ്, എന്തിനെ കുറിച്ച് സംസാരിക്കുന്നു, എന്ത് ഇൻഫർമേഷൻ തരുന്നു എന്നാണ് സെക്കൻഡ് പാർട്ട്. അപ്പോ ഫസ്റ്റ് പാർട്ട് നമുക്ക് വേണമെങ്കിൽ ബിഗിനിങ് പാർട്ട് എന്ന് പറയാം, സെക്കൻഡ് പാർട്ടിനെ ഇൻഫർമേറ്റീവ് പാർട്ട് എന്ന് പറയും. Okay, and this is a nominal sentence. There is no verb. Verb ഇല്ല. ഇംഗ്ലീഷിൽ വെർബ് വേണം. ഇംഗ്ലീഷിൽ വെർബ് ഇല്ലാത്ത വാക്കുണ്ടോ? സെന്റൻസ് ഉണ്ടോ? ഉണ്ടോ ഇല്ലേ? ന്യൂ ബുക്ക് ബി വെർബ് ഉണ്ടാവും, അതെ, ആക്ഷൻ വെർബ് ഇല്ലെങ്കിലും അല്ലെങ്കിൽ ആക്സിലറി വെർബെങ്കിലും ഉണ്ടാവും. കാരണം വെള്ളക്കാരൻ എനിക്ക് ഡിക്റ്റേറ്റ് ചെയ്ത് തരുമ്പോൾ ചോദിക്കും, എന്തെങ്കിലും മിസ്റ്റേക്ക് വന്നാൽ പലപ്പോഴും ചോദിച്ചിട്ടുണ്ട്, വേർ ഇസ് എ വെർബ് ലെജ്യൂം എന്ന് ചോദിക്കും. അപ്പൊ വെർബ് ഇല്ലെങ്കിൽ സെൻറ്റൻസ് പൂർത്തിയാവില്ല. വെർബ് എവിടെയെന്ന് ചോദിക്കുകയാണ്. അപ്പോ അതേസമയം അറബിയിൽ വെർബ് എന്തല്ല, വെർബ് നിർബന്ധമല്ല. വെർബ് ഇല്ലാത്ത സെന്റൻസ് ഉണ്ട്, അതിനെന്ത് പേര് പറയും? നോമിനൽ സെന്റൻസ്. നോമിനൽ സെന്റൻസ് നാമമാത്രമായ സെന്റൻസ് എന്നല്ല, നാമവാക്യം, നോമിനൽ സെന്റൻസ്. വെർബ് നോമിനൽ സെന്റൻസ് എന്ന നൗൺ കൊണ്ട് തുടങ്ങുന്നതാണ് നോമിനൽ സെന്റൻസ്, വെർബ് കൊണ്ട് തുടങ്ങുന്നത് വെർബൽ സെന്റൻസ്.
എന്തായാലും ഇവിടെ വെർബ് ഇല്ലാത്തത് കൊണ്ട് നമുക്ക് നോമിനൽ സെന്റൻസ് ആണെന്ന് മനസ്സിലായി. ഹാദൽ കിതാബു ജദീദ്. അപ്പൊ ഫസ്റ്റ് പാർട്ട് എന്ന് പറയുന്നത് ബിഗിനിങ് പാർട്ട്. ജദീദ് എന്നത് ഇൻഫർമേറ്റീവ് പാർട്ടാണ്. അതിനെക്കുറിച്ചൊരു വിവരം തരുന്നതാണ്. അതാണ് ജദീദ്. മലയാളത്തിൽ അതിന്റെ അർത്ഥം എന്ത് എന്നത് വിഷയമേ അല്ല. ഇത് ഉറപ്പിച്ച് മനസ്സിലാക്കിക്കോളാം. മലയാളത്തിൽ അതിനെക്കുറിച്ച് അതിന്റെ ആശയം എന്ത് എന്നത് വിഷയമല്ല. വിഷയമായാൽ നമുക്ക് സെൻസ് സ്ട്രക്ചർ തെറ്റിപ്പോയാൽ ഖുർആനൊക്കെ മനസ്സിലാക്കുന്നതിൽ ഒരുപാട് മിസ്റ്റേക്ക് വരും. നമ്മളിപ്പോ ചോദിക്കാം പുസ്തകത്തിന്റെ വിശേഷണമല്ലേ പുതിയത്. അപ്പൊ അങ്ങനെ മനസ്സിലാക്കി എന്താ കുഴപ്പം? കുഴപ്പമുണ്ട്. നമ്മൾ പരസ്പരം സംസാരിക്കുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് പരസ്പരം ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ആയിരിക്കും മനസ്സിലാക്കാം. അത് സാഹിത്യമായി വരുമ്പോഴോ അല്ലെങ്കിൽ ഒരു പ്രധാനപ്പെട്ട ഒരു വാക്യം പറയുമ്പോഴോ അതിൽ മിസ്റ്റേക്ക് സംഭവിക്കും. ചിലപ്പോൾ ആ മിസ്റ്റേക്ക് ഗുരുതരമായ മിസ്റ്റേക്ക് ആയിരിക്കും. അതേപോലെ വദാലിക്കൽ കിതാബു ഖദീമുൻ. അപ്പോൾ ദാലിക്കൽ കിതാബിനെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. ആ കിതാബിനെ കുറിച്ച് എന്ത് പറഞ്ഞു? ഖദീം എന്നാണ്. ഖദീം എന്താണ്? പഴയത്. പഴയത്. അപ്പൊ ജദീദിന്റെ ഓപ്പോസിറ്റ് ഖദീം. അടുത്തയാൾ വായിക്കൂ. هذه هذه سيارة سيارة علي وتلك لخالد. هذه السيارة لعلي وتلك لخالد. അപ്പൊ ഈ കാർ അലിയുടേതാണ്, അത് ഖാലിദിന്റേത്. ഇവിടെ അർത്ഥം പ്രശ്നമല്ല, പക്ഷെ എങ്കിൽ നമ്മൾ മനസ്സിലാക്കിയിരിക്കാൻ വേണ്ടി പറഞ്ഞു. അടുത്തയാള്. നമ്മൾ മടിച്ചു നിന്നാൽ അറച്ചു നിന്നാൽ പഠിക്കാൻ പറ്റില്ല കേട്ടോ. ലി അലിയുനാണോ അലിയിന്നാണോ? എസറാണോ വരണ്ടേ? എന്താണ്? ലി അലിയുൻ ആണോ അലിയിൻ? ലി അലിയിൻ. നമ്മൾ മുമ്പ് പറഞ്ഞു ലി എന്നത് കെസ്ർ വരുത്തുന്ന പദമാണ്. അപ്പോൾ ലി അലിയിൻ എന്നാണ് പറയുന്നത്. ഹാദൽ ബാബു മഫ്തൂഹുൻ വദാലിക ബാബുൻ. ഈ വന്നില്ലെങ്കിലും അലി തന്നെയാണ് അവരോട്. ഏത് കെസ്റിനെ കുറിച്ചാണ് നിങ്ങൾ പറയുന്നത്? അല്ല, അവര് ചോദിച്ച ലി അലിയിൻ, ലി വന്നോണ്ട് മാത്രമല്ലല്ലോ അലിന്റെ എന്നുള്ള അർത്ഥത്തിലും. അതെ, ഏത് കെസറിനെ കുറിച്ചാണ് നിങ്ങൾ പറയുന്നത്? അതിൽ കുറെ കെസറുണ്ട്. ഹാദി സയ്യാറത്തു ലി അലിയിൻ. അപ്പൊ ലീ വന്നില്ലെങ്കിലും അലിന്ന് തന്നെ അവർ വിടൂല്ലോ. ഞാൻ ചോദിച്ചത് ഏത് കെസറിനെ കുറിച്ചാണ് നിങ്ങൾ പറയുന്നത്? അലിന്റെ കസർ. ഏത് കെസർ? ലാമിന് കെസറുണ്ടല്ലോ, ആ കെസറിനെ കുറിച്ചാണ് നിങ്ങൾ പറയുന്നത്. സഹോദരി ചോദിച്ചത് അവസാനത്തെ യാന്റെ കെസറിനെ കുറിച്ചാണ് തന്നെ. സിസ്റ്റർ? അതെ അതെ. അവസാനത്തെ കെസറിനെ കുറിച്ചാണ്, യാന്റെ കെസറിനെ കുറിച്ചാണ്. ക്ലിയർ ആയില്ലേ? അത് തൊട്ടടുത്ത് ലാമിന് കെസറുണ്ട്. അത് അതിന് ശേഷമുള്ള സെന്റൻസില് ഖാലിദിൻ ആണോ അതോ ഖാലിദീൻ ആണോ? ഖാലിദീൻ. കാരണം ആണുങ്ങളെ പേരൊക്കെ നമ്മൾ ആദ്യം വായിച്ച് പഠിച്ചത് മറക്കരുത് കേട്ടോ. ഖാലിദുൻ, സഈദുൻ. അപ്പൊ എന്താണ്? തൻവീൻ ഉണ്ടെങ്കിൽ കെസ്ർ വന്നാൽ തൻവീൻ കൊടുക്കണം. കെസ്ർ തൻവീൻ കൊടുക്കണം. തൻവീൻ മാറേണ്ട കാരണം നമ്മൾ പറഞ്ഞു. അടുത്തതിലേക്ക് ബന്ധപ്പെടുത്തിയാൽ തൻവീൻ മാറും. അങ്ങനെ ബന്ധപ്പെടുത്തുന്നില്ലെങ്കിൽ തൻവീൻ ഉള്ളതിൽ തൻവീൻ ഉണ്ട്. അലിജിന്റെയും ഖാലിദിന്റെയും ഒന്നും അടുത്ത ബന്ധം വരില്ല. ഈ പ്രോപ്പർ നൗണിനെ അടുത്ത നാമത്തിലേക്ക് ബന്ധിപ്പിക്കില്ല. മുഹമ്മദുൻ എന്ന വാക്കിന്റെ കൂടെ അതിന്റെ ശേഷം ഒരു വാക്കിനെ ബന്ധപ്പെടുത്തി മുഹമ്മദിന്റെ കെസ്ർ പോകില്ല, തൻവീൻ പോകില്ല. അതേപോലെ അലിജിൻ. കാരണം എന്താണ്? പ്രോപ്പർ നൗൺ, ഒരു വ്യക്തിയുടെ പേരാണ്. ഇന്ത്യ എവിടെ ചേർത്ത് ആ വ്യക്തിയെ പറയാൻ പറ്റില്ല. ഓക്കെ, അടുത്തയാള്. ഹാദൽ ബാബു മഫ്തൂഹുൻ വദാലിക ബാബു നമ്മൾ ഇവിടെ ചെയ്യുന്നത് ഫതഹയും കസ്റും ഇല്ലാതെയാണ് കൊടുത്തിരിക്കുന്നത്. അത് വായിക്കാൻ പഠിക്കുകയാണ്. നിങ്ങൾ നമ്മൾ ഹദീസ് വായിക്കാൻ പഠിപ്പിച്ചില്ല ഒന്നും പറയരുത്. മുഗലഖുൻ. ഓക്കെ, ഈ വാതിൽ ഓപ്പൺഡ് ആണ്. ആ ഡോറ് ക്ലോസ്ഡ് ആണ്.
അടഞ്ഞതാണെന്നുള്ള ആശയമാണ്. പക്ഷെ നമ്മൾ മുഗലത്ത് എന്ന വാക്കിന്റെ അർത്ഥം ക്ലോസ്ഡ് എന്നാണ് കേട്ടോ. സിത്ത സിത്ത അടുത്ത ആൾ വായിക്കും. ലിമൻ ഹാദിഹി സഅതു ഹിയ ലി അബ്ബാസിൻ. ഈ അലി അബ്ബാസിൻ. ഓക്കെ, ഇത് ഈ വാച്ച് ആരുടേതാണ്? അത് അബ്ബാസിന്റെയാണ്. അടുത്ത 7 സബഅ. هذا هذا البيت للطبيب لا هو للمدرس. للمدرس. هذا البيت للطبيب لا هو للمدرس. കേൾക്കുമ്പോൾ ചോദ്യമാണെന്നും ഉത്തരമാണെന്നും ലാ കഴിഞ്ഞിട്ട് ഫാസില ഉണ്ടെന്നും മനസ്സിലാക്കണം. കോമയ്ക്ക് എന്ത് പറയും? ഫാസില. അപ്പൊ എന്താണ്? വേർതിരിയണം. നിങ്ങൾ വായിച്ചാൽ കുഴപ്പമൊന്നുമില്ല, കറക്റ്റാണ്. എന്നോട് എടുത്ത് പറഞ്ഞതേ ഉള്ളൂ. സമാനിയ അടുത്ത ആൾ വായിക്കും. സമാനിയ. أحد الدرجات لابن അഹാദ അല്ല അഹാദിഹി. അഹാദിഹി ദറാജത്ത്. വായിച്ചാൾ വായിക്കൂ. മിസ്റ്റേക്ക് വരട്ടെ. മിസ്റ്റേക്ക് വന്നാലേ പഠിക്കാൻ പറ്റുള്ളൂ. ഇഖ്റ യാ അഖി. هذه الدراجة لابن المؤذن. ഡി കഴിഞ്ഞിട്ട് എന്താ? ഇബിന് അലിഫിന് കസ്റാണോ? വേണ്ട ലിബിനിൽ മുഅദ്ദിനി. ابن المؤذن. ലിബിനി. ലി കഴിഞ്ഞിട്ട് ബായാണ് വായിക്കേണ്ടത്. ലിബിനിൽ മുഅദ്ദിനി. അഹാദിഹി ദറായത്തു ലിബിനിൽ മുഅദ്ദിനി. നഅം. ഇത് മുഅദ്ദിന്റെ മകന്റെ സൈക്കിളാണോ? സൈക്കിളാണോ? യെസ്. അടുത്ത ആള്. ഇതിന് ഒരു കസറാണോ 2 കസറ വരിക? എന്നുള്ള പറയും. ഈ മുഅദ്ദിൻ മുഅദ്ദിനിയാണോ? ലിബിനിൽ മുഅദ്ദിനി. കാരണം എന്താണ്? ഇബിനെ മുഅദ്ദിനിലേക്ക് ചേർത്തു. അപ്പോൾ മുഅദ്ദിനെ കസർ കൊടുത്തു. ഇത് നമ്മൾ ചേർക്കുന്നതിന് മുമ്പ് പഠിച്ചിട്ടുണ്ട്. ലിബിനി അൽ മുഅദ്ദിനി. ലിബിനിൽ മുഅദ്ദിനി. മുഅദ്ദിനിന്റെ പേര്. അവിടെ തൻവീനില്ല. കാരണം എന്താണ്? അൽ വന്നോണ്ട്. ഇബിനിന് തൻവീനില്ല. കാരണം ഇബിനെ മുഅദ്ദിനിലേക്ക് ചേർത്തോണ്ട്. ക്ലിയർ? അപ്പൊ ക്ലിയർ എന്നുള്ളതിന് എന്ത് ചോദിക്കും അറബിയില്? വാളിഹ്. വാളിഹ്. ശരിയല്ലെന്നുള്ളതിന് സഹീഹ്. അതൊക്കെ ഇനി പറയുമ്പോഴത്തേക്ക് എപ്പോഴും നമ്മൾ ഇംഗ്ലീഷൊക്കെ പറയാൻ പറ്റില്ല, അറബി പറയണം. അടുത്ത ആള്. മൻ ഹാദൽ വലദു وطالب من العراق. وطالب من العراق. وطالب من العراق. അപ്പോ ഈ സ്റ്റുഡന്റ്, ഈ കുട്ടി ആരാണ്? അയാള് താലിബ് മിനൽ ഇറാഖ്. ഇറാഖിൽ നിന്നുള്ള സ്റ്റുഡന്റ് ആണ്. അഷറ. അടുത്ത ആള്. അഷറയല്ല. അഷറയാണ്. പക്ഷെ 11 എഴുതിയിട്ടുള്ളത്. അഷറ. كذلك البيت جديد هو قديم جدا. قديم جدا എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? Very old. Very old. That is very old. 11. ആദി സയ്യാറത്തി മിനൽ യാപാനി. ഒന്നുകൂടെ മറസാനി. ആദി സയ്യാറത്തി മിനൽ യാപാനി. അയന ഹസർത്ത അൽ കസ്റ. കസ്റയോടെ നീട്ടിയ സയ്യാറത്തിന്. സയ്യാറത്തു. അത് ഈ സയ്യാറത്തു. കാരണം കസ്റയുടെ കാര്യം ആദ്യം നോക്കണം. മിനൽ യാബാനി. മിനൽ യാബാനി വസിൽക മിൻ സുവരി. സുവൈസിറ. സുവൈസിറ. സ്വിസ്. സുവൈസിറ. സുവീസറ അല്ലേ? സുവൈസിറ. 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 സുവീസിറ. അത് ഏതാ രാജ്യ? സുവൈസിറ. സ്വിറ്റ്സർലൻഡ്. സ്വിറ്റ്സർലൻഡാ? സ്വിറ്റ്സർലൻഡ്.
അയ്യോ. രണ്ട് മഷ്കൂർ. സാറുള്ളതാ. സ്വീറ്റ് സാർ പിന്നെ ലാൻഡ് ആണ്. സ്വീറ്റ് സാർ മാത്രമേ ഉള്ളൂ സ്ഥലത്തിന്റെ പേര്. സുവൈസർ മാത്രമേ ഉള്ളൂ ആ സ്ഥലത്തിന്റെ പേര്. പിന്നെ ബാക്കി ലാൻഡ് ആണ്. ആ അറബികൾ അത് പണ്ടേ കണ്ടുപിടിച്ചു. ഓക്കെ, ഇസ്നാശർ. അപ്പൊ ആദ്യ ചെയ്യാറ് മിന്നൽ ബനിക്കാർ യബാൻ എന്നുള്ളതാണ്. മറ്റേ ആള് ഏതാണ്? അത് സ്വിറ്റ്സർലൻഡിന്റെ ആണ്. ഇസ്നാശർ هذا السكين السكين من من ألمانيا ألمانيا മിൻ ألمانيا അൽമാനിയ. അവിടെ അലിഫിന്റെ മുകളിൽ ഹംസ ഇട്ടിരിക്കുന്നുണ്ടോ? അപ്പൊ മിനൽ മാനിയ എന്നല്ല, മിൻ അൽമാനിയ. وتلك ആ الملعقة മൽഅഖത്തു. ملعقة من إنكلترا ആ إنكلترا ഇൻകൽത്തറ. إنكلترا إنجلاند ആ ഇൻകൽത്തറ. അപ്പൊ സിക്കിൻ എന്താ? സിക്കിൻ കത്തി. سكين كتي ഖുറാനിലൂടെ വായിച്ചത് സിക്കിൻ. അത് മറ്റേ യൂസഫ് നബിന്റെ കഥയിലുണ്ട്. അത് തന്നെ. ഫാത്തത്ത് കുല്ല വാഹിദത്തിൻ മിൻഹുന്ന സിക്കീനൻ. മിൻ അൽമാനിയ. അൽമാനിയ എന്താണ്? ജർമ്മനി. ജർമ്മനി. വതിൽകൽ മൽഅഖത്തു. മൽഅഖത്ത് എന്താ? സ്പൂണ്. ആ സ്പൂണ്. മിൻ ഇൻകൽത്തറ. ഇൻകൽത്തറ എന്താണ്? എവിടെയാണ്? ഇംഗ്ലണ്ട്. ഇംഗ്ലണ്ട്. ആ ഇംഗ്ലണ്ട്. അതിന്റെ ലോജിക്ക് എന്താണ്? അത് അങ്ങനെ തന്നെയാണോ? അങ്ങനെ തന്നെ ആയിരിക്കും. ഇംഗലത്തെ ഇതായത് നമ്മൾ ഇതൊക്കെ ഇവര് കണ്ടെത്തുന്നതിന് മുമ്പ് അറബികൾ പണ്ടേ കണ്ടെത്തുന്നു. അറബികൾ കേരളത്തിൽ എത്ര വർഷം വന്നിട്ടുണ്ട്? അൽമാനി ഏതാണ്? അൽമാനിയ ജർമ്മനി. അൽമാനിയ ജർമ്മനി. അപ്പൊ ഒരു ഇംഗൽത്തറ അർമേനിയ ഉണ്ടല്ലോ. ഇംഗൽത്തറ ഇംഗ്ലണ്ട്. ഓക്കെ. ثالث اقرأ المثال الآتي ثم حول الجمل الآتية مثله. اقرأ المثال. read the example. مثال example. الآتي coming എന്നാണ്. നമ്മൾ ഇംഗ്ലീഷ് പറയുമ്പോൾ ഫോളോയിങ് എന്ന് പറയാം. ثم حول. حول എന്ന് പറഞ്ഞാൽ കൺവേർട്ട് ഓർ ചേഞ്ച്. അൽ ജുമൽ സെന്റൻസസ്. ഇതൊന്നും നിങ്ങൾ നോട്ട് എഴുതേണ്ടതല്ല കേട്ടോ. അതായത് ചോദ്യത്തിന്റെ ഹെഡിങ് ഒന്നും നോട്ട് എഴുതേണ്ടല്ല. പല പ്രാവശ്യം വായിക്കുമ്പോൾ നിങ്ങൾ ഗ്രഹിക്കേണ്ടതാണ്. ഒരുപാട് കാര്യങ്ങൾ എഴുതി പഠിക്കാം. പാഠത്തിന്റെ ഭാഗം മാത്രമേ എഴുതി പഠിക്കാവൂ. അതായത് ഒരു ടാസ്ക് ആണ് എന്ന്, ഒരു ലേണിംഗ് ഒരു ടാസ്ക് ആണെന്ന് തോന്നാൻ പാടില്ല. നമ്മുടെ സ്കൂളിലൊക്കെ നോക്കിയാൽ മനസ്സിലാക്കാൻ പറ്റും. സ്കൂളിൽ 2ാം ക്ലാസ്സിൽ 3ാം ക്ലാസ്സിൽ പോകുന്ന കുട്ടികൾ എന്താണ് എങ്ങനെ വായിച്ചു പഠിക്കുന്നത്? അവരങ്ങ് വായിച്ചു പഠിക്കുകയാണ്. അതെന്താണെന്ന് എഴുതി കൊടുക്കുന്നില്ല ടീച്ചർ. പക്ഷേ എങ്ങനെ വായിക്കണമെന്ന് കുട്ടികൾ ചോദിച്ചാൽ എങ്ങനെ വായിക്കണമെന്ന് പറഞ്ഞു തരും. അപ്പൊ അത് അവര് എന്താണ് അത് ഇംഗ്ലീഷ് പഠിക്കണം. കുട്ടികളും വിചാരിച്ചു, അധ്യാപകരും വിചാരിച്ചു, പേരന്റും വിചാരിക്കുന്നതുകൊണ്ട് പഠിക്കാൻ പറ്റും. നമ്മൾ അറിവ് പഠിക്കണമെന്ന് നമ്മൾ വിചാരിച്ചാൽ ബാക്കി ഓട്ടോമാറ്റിക് ആയിട്ട് വരുമെന്നാണ്. ഓക്കെ. ഹവ്വിൽ ജുമല സെന്റൻസസ് അൽ ആതിയ ഫോളോയിങ് മിസ്ലഹു സിമിലർ ടു ദാറ്റ്. മിസാൽ എക്സാമ്പിൾ മിസിൽ ലൈക്ക് or similar. മിസില സിമിലർ. ഹാദൽ കിതാബു ലി മുഹമ്മദ്. ഇവിടെ ആദ്യം ഹാദാ കിതാബുൻ. ഇവിടെ അങ്ങോട്ടാണ്. ഹാദാ കിതാബുൻ ഇതൊരു പുസ്തകമാണ്. ഹാദാ കിതാബുൻ ഇതൊരു പുസ്തകമാണ്. ഹാദൽ കിതാബു ലി മുഹമ്മദിൻ ഈ പുസ്തകം മുഹമ്മദിൻ്റെതാണ്. അതേപോലെ മിസാൽ ഹാദാ കിതാബുൻ ഹാദൽ കിതാബു ലി മുഹമ്മദിൻ. അത് ഇംഗ്ലീഷിലും അത് ആയിട്ട് കൊടുത്തിരിക്കുന്നതാണ്. ഓക്കെ. അതേപോലെ ആണെങ്കിൽ ഇവിടെ ഹാദാ തബീബുൻ അടുത്ത് എന്ത് പറയും? ഹിന്ദിനോട് ചേർത്ത് എങ്ങനെ പറയണം? ഹാദാ തബീബുൻ അല്ല, ഹാദാ തബീബുൻ. ഇവിടെ എന്താ പറഞ്ഞത്? ഹാദാ കിതാബുൻ ഹാദൽ കിതാബു ലി മുഹമ്മദിൻ. അതേപോലെ ഹാദാ തബീബുൻ തബീബ് മിനൽ ഹിന്ദി. ബുന്നെന്ന് പറയാനാ പറഞ്ഞത്. ഇവിടെ ഹാദാ കിതാബുൻ ഹാദൽ കിതാബു എന്ന് പറയണം. ഹാദൽ കിതാബ് ഹാദാ തബീബുൻ ഹിന്ദി മിനൽ ഹിന്ദി. ഹാദാ തബീബു ഹാദ മിനൽ ഹിന്ദി. ത്വബീബു മിനൽ ഹിന്ദ്. ഹാദ ത്വബീബു.
ഹാദ തബീബ് മിനൽ ഹിന്ദി. ഹാദിഹി സയ്യാറത്തുൻ. അടുത്തത് هذه هذه السيارة السيارة ഹാദിഹി സയ്യാറത്തു ലിൽ മുദീരി. آه. അടുത്തത് ദാലിക ബലദുൻ. ذلك ولد ذلك ذلك الولد ولد ذلك ابن ذلك المدرس الولد ابن ذلك المدرس ابن المدرس ദാലിക്കൽ വലദു ബിനുൽ മുദർരിസി. ولد بن مدرس വലദു ബിനുൽ മുദർരിസി. അർബഅ. تلك ساعة تلك ساعة. تلك الساعة من سويسرا تلك الساعة من سويسرا. تلك الساعة എന്താ കാണുന്നെ? تلك الساعة خمسة. هذا هذا البيت بيت. هذا البيت هذا البيت هذا البيت للمهندس. ستة. هذا قلم. هذا القلم هذا القلم لعباس لعباس لعباس. لعباس അല്ലില്ലാത്ത പ്രോപ്പർ നൗണിനോട് അല്ല് ചേർക്കാൻ പാടില്ല കേട്ടോ. പ്രോപ്പർ നൗണിന് അല്ലുണ്ടെങ്കിൽ മാത്രമേ അല്ല് ചേർക്കാവൂ, അല്ലില്ലെങ്കിൽ ചേർക്കാൻ പാടില്ല വ്യക്തികളുടെ പേരിൽ. അടുത്ത ذلك رجل. ذلك الرجل مؤذن ذلك الرجل مؤذن. هذه بيضة. هذه البيضة هذه البيضة كبيرة كبيرة. هذه بيضة هذا منديل. هذا المنديل هذا المنديل وسخ هذه حقيبة. هذه الحقيبة للمدرس. ഇവിടെ പറഞ്ഞതൊന്നും എന്തല്ല, വിശേഷണമല്ല. നിങ്ങൾ വായിക്കുമ്പോൾ ശ്രദ്ധിച്ച് വായിക്കണം കേട്ടോ. വിശേഷണമല്ല, ഇതെല്ലാം എന്താണ്? ഹാദാ തബീബൻ എന്ന് പറഞ്ഞെടുത്ത് ഹാദ തബീബു മിനൽ ഹിന്ദി, ഈ ഡോക്ടർ ഇന്ത്യയിൽ നിന്നുള്ള ആളാണ്. അതേപോലെ ഹാദിഹി സയ്യാറത്ത് എന്ന് പറഞ്ഞാൽ ഹാദിഹി സയ്യാറത്തു ലിൽ മുദീരി, അവിടെ ഒന്നും ഡൗട്ടിന് കാര്യമില്ല. പിന്നെ ഇവിടെ വന്നപ്പോഴത്തേക്ക് കബീറത്തിന് പറഞ്ഞില്ലേ, ഹാദിഹി ബൈറത്തുൻ, ഹാദിഹിൽ ബൈറത്തു കബീറത്തുൻ. അപ്പൊ ഹാദിഹിൽ ബൈറത്തു എന്ന് പറഞ്ഞാൽ ബിഗിനിങ് പാർട്ടാണ്, കബീറത്തുൻ ഇൻഫർമേറ്റീവ് പാർട്ടാണ്, അല്ലാതെ അതെന്തല്ല, അതിന്റെ വിശേഷണമല്ല. അതേപോലെ ഹാദ മിന്ദീലുൻ, ഹാദൽ മിന്ദീൽ വസഖുൻ, അവിടെ മിന്ദീലിന്റെ വിശേഷണമല്ല, മിന്ദീലിന്റെ കുറിച്ചുള്ള ഇൻഫർമേഷൻ ആണ്. വിശേഷണം വരുമ്പോൾ എങ്ങനെ മാറും എന്നുള്ളത് അടുത്ത ക്ലാസ്സിൽ നമുക്ക് ചർച്ച ചെയ്യാം. ഹാദിഹി ഹഖീബത്തുൻ, ഹാദിഹിൽ ഹഖീബത്തു ലിൽ മുദരിസ്. ഓക്കെ. اقرأ المثال الآتي ثم كون أسئلة وأجوبة مثله. أسئلة questions, أجوبة answers. اقرأ المثال read the example الآتي following. ثم then كون create. كون create. كان ആയിരുന്നു. കുൻ എന്താ? നീ ആകൂ. കവ്വിൻ ഉണ്ടാക്കൂ. കവ്വിൻ അസിലത്തൻ വാജിബത്തൻ create question and answers. മിസ്ലഹു similar to that. മിസാൽ example ലിമൻ ഹാദൽ കിതാബു, ഹാദൽ കിതാബു ലി മുഹമ്മദിൻ. അടുത്തത് ലിമൻ ഹാദാ ഖലം, ഹാദൽ ഖലം. കലമ. മറുപടി ഹാദൽ കലമു ലി അബ്ബാസി, ലി അബ്ബാസിൻ. അടുത്തത് അബ്ബാസിൻ. ലിമൻ ഹാദൽ മിഫ്താഹ്, മിഫ്താഹു. അത് ഉത്തരം. ഹാദൽ മിഫ്താഹു ആ. അലിയു അലി ലി അലിയിൻ. ലി അലി. ലി അലിയിൻ. അത് സലാസ. ഹാദൽ സയ്യാറത്തു ആദ്യമാണോ സയ്യാറത്തിന്? ലിമൻ ഹാദ സയ്യാറ. ലിമൻ ലിമൻ ഹാദ സയ്യാറ. ഹാദാ സയ്യാറത്തു, ഹാദിഹി സയ്യാറത്തു. ഹാദിഹി ഹാദിഹി സയ്യാറത്തു. ഉത്തരം. ഹാദിഹി സയ്യാറത്തു ലിദ്ദീരി. ലിൽ മുദീരി. ലിൽ മുദീരി എവിടെ അല്ലുണ്ട്? ലിൽ മുദീരി. ലിൽ മുദീരി. അർബ. هذا ഹാദിഹി هذه بقرة. لمن هذه ഹാദിഹി هذه ബഖറത്തുൻ. بقرة. لمن هذه بقرة؟ لمن هذه بقرة؟ للفلاح. هذه البقرة هذه بقرة للفلاح. فلاحي. ലിൽ ഫല്ലാഹി. മനിൽ ഫല്ലാഹു? ഫല്ലാഹ് ആരാണ്? കർഷകൻ. കർഷകൻ. ഫാർമർ.
അടുത്തത് ഹംസ. لمن هذا الحقيبة حقيبة ലിമൻ لمن هذا هذه حقيبة ഹക്കീബത്ത്. ഹാദിഹിൽ حقيبة ഹക്കീബത്തു. അടുത്തത് ഉത്തരം. هذه هذه العقيبة العقبة هذه حقيبة ഹാദിഹിൽ للمدرس ഹക്കീബത്തു للمدرس ലിൽ മുദരിസി. അടുത്തത് സിത്ത. لمن لمن هذا لمن الكرسي هذا الكرسي ലിമൻ كرسي ഹാദിൽ കുർസിയ്യു. هذا هذه الكرسي الكرسي عمار هذا لعمار ലി لعمار അമ്മാരിൻ. ലി അമ്മാരിൻ. നിങ്ങൾ പറയുമ്പോഴൊക്കെ പറയും, പേപ്പറിൽ എഴുതുമ്പോൾ ഉണ്ടാവണം. അതിനാണ് ഞാൻ അക്ഷരം കൃത്യമായി പറഞ്ഞു തരുന്നത്. സബ هذه كرسي للعمار. هذه സബ സബ لمن هذا دجاجة ലിമൻ ഹാദയാണോ ദജാജത്ത്? هذه هذه لمن هذه دجاجة ലിമൻ ഹാദിഹി ദജാജത്തു. ഹാദിഹി ദജാജത്തു. لمن ترى. هذه دجاجة الدجاج. ഹാദിഹി ദജാജത്തു. دجاجة هذا الدجاجة അൽ ചേർത്താ പറയണ. ഹാദിഹി ദജാജത്തു. ഉത്തരം. هذه الدجاجة دجاجة بنت الفلاح الفلاح الدجاج. ഹാദിഹി ദജാജത്തു. بنت الفلاح ബിന്ദിന് എങ്ങനെയാ ലം വന്നത്? لبنت الفلاح ലിബിന്തിൽ ഫല്ലാഹി. بنت ലി الفلاح ബിന്തി കസർ കൊടുക്കണം. ബിന്തിൻ പിന്നെ ലി ഫല്ലാഹിനോട് ബിന്തിൽ ചേർത്തോണ്ട് ഫല്ലാഹിനും ഫല്ലാഹി. കസർ കൊടുക്കും. ലീ വന്നോണ്ട് ബിന്ദിനെ കസർ കൊടുക്കണം. ഫല്ലാഹിനോട് ചേർത്തോണ്ട് ഫല്ലാഹിനും കസർ കൊടുക്കും. بنت ثمانية الفلاح ثمانية. لمن هذه الساعة ساعة ലിമൻ ഹാദിഹി സാഅത്തു. അവസാനത്തെ അക്ഷരം വ്യക്തമാകണം. വെരി ഇമ്പോർട്ടന്റ്. لمن هذه ഉത്തരം. هذه هذا الساعة هذه الساعة هذه ساعة ഹാദിഹി സാഅത്തു هذه الساعة هذه ساعة لابن المدير ابن المدير ലിബിനിൽ മുദീരി. ലിബിനിൽ മുദീരി. വായിക്കുമ്പോൾ ലീ കഴിഞ്ഞിട്ട് ലിബിനിൽ ബായാണ്, മുദീരി. പക്ഷേ എഴുതുമ്പോൾ ലീ കഴിഞ്ഞിട്ട് അലിഫ് വേണം. لابن تسعة. المدير തിസ്ആ. لمن هذا بيت. هذا ലിമൻ ലിമൻ لمن لمن هذا هذه البيت البيت هذا البيت ആദ്യം പറഞ്ഞ സഹോദരൻ പറയൂ. ലിമൻ പറഞ്ഞ ആളില്ലേ? هذا البيت ലിമൻ لمن هذا هذه البيت البيت ഹാദിഹി എവിടെ നിന്ന് കിട്ടി? لمن هذا البيت ലിമൻ ഹാദൽ ബൈത്തു. ഓക്കെ, അടുത്തത് ഉത്തരം. هذا البيت للطبيب بيت للطيب ലിത്തബീബി പറയുമ്പോ എത്ര അലിഫുണ്ട്? തബീബിന്റെ മുമ്പ് എത്ര അലിഫുണ്ട്? هذا البيت للطبيب. ലിത്തബീബി എന്ന് പറയുമ്പം തബീബിന്റെ മുമ്പ് എത്ര അലിഫുണ്ട്? ഒരലിഫ്. للطبيب ഒരലിഫും ഇല്ല കേട്ടാ. ഒരലിഫും ഇല്ല. അതിലുള്ള നാമത്തിന് മുമ്പ് ലീ ചേർത്താൽ അലിഫ് ഉണ്ടാവില്ല. للطبيب للطبيب. അതേസമയം ലീക്ക് ഒരു ലാം, ലീക്ക് വേണ്ടി ഒരു ലാം, പിന്നെ താത്തബീബിന്റെ ലാം അവിടെ ഉണ്ടാവും. പിന്നെ താക്കാനും ഷെദ്ദില. ലിത്തബീബ്. للطبيب അള്ളാന്ന് എന്ന് എഴുതുമ്പോൾ പറയുന്നത് ലില്ലാന്ന് എഴുതുമ്പോഴും അറിഞ്ഞൂടെ? അള്ളാന്ന് എഴുതുമ്പോൾ അലിഫ് ഉണ്ട് അവിടെ. ലില്ലാന്ന് എഴുതുമ്പോ അലിഫില്ല. ഓക്കെ, ആശറ. ഉച്ചരിക്കണം. ലീ ഉച്ചരിക്കണം, എഴുതുകയും വേണം. للطبيب എന്ന് പറയുന്നത് ഇതാ, ലിൽ എന്ന് പറയണം. ലിൽ എന്ന് ലാം ഉച്ചാരണം ഇല്ല. അത് ശംസി അക്ഷരം നമ്മൾ പഠിച്ചു. ആ ആ പഠിച്ചതൊക്കെ നമ്മൾ ആവർത്തി വായിച്ചുകൊണ്ടിരിക്കണം. എല്ലാ ദിവസവും വായിച്ചാലും കുഴപ്പമില്ല. ഒരു 6 മാസം. للطبيب അഷറ 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 വായിക്കൂ. هذه لمن ആ لمن لمن هذا من هذه الملاقة ലിമൻ ഹാദിഹിൽ മിൽആഖത്തു. لمن هذه الملاقة هذه الملاقة هذه الملاقة للطالب للطالب ബലിത്വാലിബി. അപ്പൊ ലീ വരുന്നിടത്ത് ലീക്ക് ശേഷം മല വരുമ്പോഴൊക്കെ ശ്രദ്ധിക്കണം. ലീക്ക് ശേഷം മല വന്നാൽ അലിഫില്ല. അതേസമയം അല്ലിന്റെ ലാ ഉണ്ടാവും. പിന്നെ ശംസി അക്ഷരമാണെങ്കിൽ ലാവിന് സുക്കൂനില്ല. ശംസി അക്ഷരത്തിന് ശബ്ദം കൊടുക്കാം. ഓക്കെ, തഅമ്മൽ അംസിലത്തുൽ ആതിയ. ഒരാൾ വായിച്ചേ. البيت
ഫിൽ ബൈത്തി മിനൽ ബൈത്തി ഇലൽ സ്പീഡ് വായിക്കും ഒരാൾ തന്നെ സ്പീഡ് വായിക്കും. തഅമ്മൽ എന്ന് പറഞ്ഞാൽ പൂരിപ്പിക്കുവാന്നോ? തഅമ്മൽ എന്ന് പറഞ്ഞാൽ ശ്രദ്ധിച്ച് വായിക്കുക. തഅമ്മൽ. അൽ ബൈത്തു ഫിൽ ബൈത്തി വേഗം വായിക്കേ. മിനൽ ബൈത്തി എന്താ അൽ മുസ്തഷ്ഫ മിനൽ ബൈത്തി ഇലൽ ബൈത്തി അൽ മുസ്തഷ്ഫ ഫിൽ മുസ്തഷ്ഫ മിനൽ മുസ്തഷ്ഫ മിനൽ ഇലൽ മുസ്തഷ്ഫ ഇലൽ മുസ്തഷ്ഫ അമരീക്ക മിൻ അമരീക്ക ഫി മിൻ അമരീക്ക അമരീക്ക ഇല അമരീക്ക. ഇല ഓക്കെ അമരീക്ക അവസാനത്തെ വരി. അൽമാനിയ المانية في المانية മാനിയ മിനൽ ഫീ മാനിയായോ? مانية إلى المانية ഒന്നുകൂടെ വായിക്കേ. المانية في അൽമാനിയ المانية അൽമാലിയ മിനൽ ഇലൽമാനിയ അൽമാനിയ ഇല അൽമാനിയ. എല്ലാത്തിനും അല്ലുണ്ട്. അൽമാനിയക്ക് അല്ലുണ്ട് കേട്ടോ. ഇവിടെ അൽമാനിയ അൽ ബിന്തിന്റെ അല്ലെങ്കിൽ അൽ ബൈത്തിന്റെ അല്ലല്ല, അൽമാനിയയിലുള്ള അല്ലാണ്. അപ്പൊ അൽമാനിയ ഫി അൽമാനിയ മിൻ അൽമാനിയ ഇല അൽമാനിയ. എന്ത് മനസ്സിലാക്കി? നിങ്ങൾ ശ്രദ്ധിച്ചു വായിക്കാൻ പറഞ്ഞു. എല്ലാവരും ശ്രദ്ധിച്ചോ? അൽമാനിയ ഫി അൽമാനിയ ആ മിൻ അതായത് അൽമാനിയ എന്ത് ശ്രദ്ധിച്ചു? അന്ത്യക്ഷരം ഒന്നും മാറുന്നില്ല. അന്ത്യത്തെ അക്ഷരത്തിന് അടയാളം മാറുന്നില്ല. കെസർ വന്നാലും കെസർ വരുത്തുന്ന പദം വന്നാലും ഇല്ലെങ്കിലും എപ്പോഴും അങ്ങനെയാണ്. എവിടെയെല്ലാം? മുസ്തഷ്ഫ അവിടെ ആയിലാണ് അവസാനിക്കുന്നത്, ദീർഘത്തിലാണ് അവസാനിക്കുന്നത്. അതായത് അലിഫ് ഫത്തഹ കഴിഞ്ഞിട്ട് ദീർഘത്തിലാണ് അവസാനിക്കുന്നത്. എൽ മുസ്തഷ്ഫ. അതേപോലെ മിനൽ മുസ്തഷ്ഫ ഇലൽ മുസ്തഷ്ഫ അവിടെ കെസർ എന്നുള്ളതും മാറുന്നില്ല. കാരണം അവസാനം ഫത്തഹിന് ശേഷം ദീർഘം എന്ന് പറഞ്ഞാൽ അലിഫാണ്. അത് യാന്റെ ഷേപ്പിൽ എഴുതുന്നത് മാത്രമേ ഉള്ളൂ. അപ്പൊ അലിഫ് ഒരടയാളവും സ്വീകരിക്കുന്നതല്ല. അങ്ങനെ കെസർ കൊടുക്കേണ്ട സന്ദർഭം വരുമ്പോൾ അത് നിശ്ചലമായി നിൽക്കും. അൽ മുസ്തഷ്ഫ ഫിൽ മുസ്തഷ്ഫ മിനൽ മുസ്തഷ്ഫ ഇലൽ മുസ്തഷ്ഫ. അതേപോലെ തന്നെ അംബീക എന്ന് പറഞ്ഞിടത്തും അൽമാനിയ എന്ന് പറഞ്ഞിടത്തും ഒക്കെ അലിഫ് തന്നെയാണ്. അല്ല സാർ, അപ്പൊ ജിദ്ദ എന്നുള്ള വാക്കിന്റെ ഒരു മിനിറ്റ്, ജിദ്ദ എന്നുള്ള വാക്കിന്റെ അവസാനം ഒരു അലിഫുകളൊക്കെ ഉണ്ടല്ലോ. ഏതിന്റെ? ജിദ്ദൻ. ആ ജിദ്ദൻ അല്ല ഇവിടെ വരുന്നത്. ഇത് നൗണാണ്. ജിദ്ദൻ എന്നതാണ് വേറൊരു യൂസേജ് ആണ് കേട്ടോ. വെരി എന്ന അർത്ഥത്തിൽ ഉപയോഗിക്കുന്ന ഒരു യൂസേജ് ആണ്. അപ്പൊ അവിടെ അലിഫ് വരാൻ കാരണം എന്താ? ജിദ്ദൻ അതുമായിട്ട് നമ്മൾ ഇവിടെ താരതമ്യം ചെയ്യരുത്. അത് അങ്ങനെ തന്നെ എപ്പോഴും ഉപയോഗിക്കുന്ന ഒരു സംഭവമാണ്. ജിദ്ദൻ എന്നത് എപ്പോഴും അങ്ങനെ തന്നെ ഉപയോഗിക്കുന്നതാണ്. ഓൾവേസ് ലൈക്ക് ദാറ്റ്. ജിദ്ദൻ എന്നുള്ളത് ജിദ്ദുൻ എന്ന് വരില്ല. ജിദ്ദൻ എപ്പോഴും ജിദ്ദൻ എന്നാണ്. അതൊരു സ്റ്റേറ്റ് അല്ലെങ്കിൽ ഒരു അവസ്ഥ പറയാനുള്ളതാണ്. ജിദ്ദന്റെ അലിഫ് ഫത്തഹ് തൻവീൻ വന്നാൽ ഒരു അലിഫ് ഉണ്ടാകും. ഫത്തഹ് തൻവീൻ വന്നാൽ ഒരു അലിഫ് ഉണ്ടാകും. നമ്മൾ സൂറത്തുൽ ആദിയാത്ത് വായിച്ചു നോക്കുക. വലാദിയാത്ത് ളദഹ അൽമൂരിയാത്ത് ഖദഹ. അപ്പൊ എവിടെയൊക്കെ എന്തുണ്ട്? ഖദഹൻ എന്നാണ്. ഖദഹൻ ഫൽമുഗീറാത്ത് സുബ്ഹൻ ഫഅസർന ബിഹി നഖഅൻ ഫവസൽന ബിഹി ജംഅൻ. അവിടെയൊക്കെ എന്തുണ്ട്? ഫത്തഹ് തൻവീൻ ഉണ്ട്. അവിടെ ഫത്തഹ് തൻവീനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയാണ് അലിഫ്. ഇവിടെ എന്താണ്? നൗൺ എൻഡിങ് വിത്ത് ദിസ് അലിഫ്, ദിസ് ടൈപ്പ് ഓഫ് അലിഫ്. ഇങ്ങനെയുള്ള അലിഫിന്റെ നൗൺ എൻഡ് ചെയ്യുകയാണെങ്കിൽ ആ നൗൺ എൻഡിങ്ങിലാണ് എന്ത് വരുന്നത്? നമ്മൾ കെസർ വരുന്നത്. കെസർ വരുന്ന ഇവിടെ നൗൺ എൻഡിങ്ങിൽ കെസർ മാറി വരുന്നു. അപ്പൊ ആ മാറി വരുന്ന സന്ദർഭത്തിൽ അത് മാറൂല, അല്ലെങ്കിൽ അത് ഒരു അടയാളത്തെയും സ്വീകരിക്കില്ല. അതാണ് യാവന്നാൽ എന്നല്ല പറഞ്ഞത്. ഇവിടെ യായുടെ വിഷയമേ പറഞ്ഞിട്ടില്ല ഞാൻ. ഈ യാ പോലെ എന്താണ് എഴുതുന്നത് ഇവിടെ? യാ പോലെ എഴുതുന്ന അങ്ങനെയാണ്. അത് ആ ചില വാക്കുകൾ അങ്ങനെ എഴുതണം. മുസ്തഷ്ഫ എന്ന വാക്ക് അങ്ങനെ തന്നെ എഴുതാൻ പറ്റുള്ളൂ കേട്ടാ. മുസ്തഷ്ഫ അങ്ങനെ യായിട്ട് എഴുതേണ്ടതാണ്. അങ്ങനെ യായിട്ട് എഴുതേണ്ട വാക്കുകൾ നമ്മൾ പഠിക്കും. അമേരിക്ക അൽമാനിയക്ക് അലിഫിട്ടാണ് എഴുതുക. ഈ മുസ്തഷ്ഫ അർത്ഥം എന്താ? രോഗം മാറ്റുന്നു. എന്ന് പറഞ്ഞാൽ ഹോസ്പിറ്റൽ. മുമ്പ് പറഞ്ഞു മുസ്തൗസഫും മുസ്തഷ്ഫയും നേരത്തെ പറഞ്ഞായിരുന്നു. ക്ലിനിക്കിനൊരു വാക്കില്ല അതുപോലെ. മുസ്തൗസഫ് എന്ന് പറഞ്ഞാൽ ക്ലിനിക്ക്, മുസ്തഷ്ഫ ഹോസ്പിറ്റൽ. ഓക്കെ. അടുത്തത്
ഇക്ര വക്തബ് ഒരാൾ വായിക്കും. ഒരാൾ വായിക്കുവാ. ആദൽ തബീബ് من ആദത്തബീബ്. ആദൽ തബീബ്. ആദൽ തബീബു മിനൽ തബീബു ഇംഗൽത്തറ. മിൻ ഇംഗൽത്തറ. ഇപ്പൊ വായിച്ച ആൾ ഇംഗൽത്തറ. ആരാണോ അവര് ഷംസി അക്ഷരം ഖമരി അക്ഷരത്തിന്റെ ഒരു ചാപ്റ്റർ ഉണ്ട്. ആ പേജ് എടുത്തിട്ട് എന്ത് ചെയ്യണം, ഒരു 10-20 പ്രാവശ്യം വായിക്കണം. സിനൈൻ നമ്മള് ഹാമിദുൻ ഇല എഴുതുമ്പോ ഫ്രാൻസി ഈ പരീക്ഷയ്ക്ക് ഇല എഴുതുമ്പോ ഫ്രാൻസ. പരീക്ഷയ്ക്ക് എന്തുവരും? താക്ക് ശ്രദ്ധിട്ട് തന്നെ എഴുതി പോണ്ടേ? ശംസിയാടെ എല്ലാം ശ്രദ്ധിട്ട് വായിച്ച മാത്രം പോരല്ലേ, എഴുതുമ്പോ അങ്ങനെ എഴുതണ്ടേ? ഹർക്കത്തൊക്കെ കറക്റ്റ് ആയിട്ട് ഇട്ട് പോകണ്ടത്. അർക്കത്ത് കറക്റ്റ് ആയിട്ട് ഇട്ട് പോകണം. അക്ഷരങ്ങൾ അടയാളങ്ങൾ കൃത്യമായി ഇട്ട് പോകണം. ആ അതെ, എസിനെ ഒരാൾ വായിക്കൂ. സഹബ ذهب حامد إلى فرنسا. ഇല്ല ഫ്രാൻസ് അല്ല, ഫിറൻസ فرنسا. ഇല്ല ഫിറൻസ, ഫിറൻസ ഇല്ല ഫിറൻസ സലാസ. ഫിറൻസ മഹ്മൂദ് മരിയദുൻ കൊടുത്തിട്ടുണ്ടല്ലോ വൽ അതിന് ഫത്തഹ കൊടുത്തിട്ടുണ്ട്. ഫറൻസ. കൊടുത്തിട്ടുണ്ടല്ലോ ഇതിന്. ഫിൽ മുസ്തഷ്ഫ. ഫറൻസാക്കി ഫത്ത കൊടുത്തിട്ടുണ്ടോ? ആ 10 കൊടുത്തിട്ടുണ്ട്. പത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ 10 കൊടുത്തു വായിച്ചോളൂ. ഫിറൻസ ഫറൻസ എന്ന് കൊടുത്ത അവിടെ ഫത്തഹ് ഫാക്കും റാക്കും കൊടുത്തിട്ടുണ്ട്. അത് നമ്മുടെ എന്റെ ഫാക്ക് കസറ ഫത്തയിൽ കസറ ഉള്ളത്. കെസറാണുള്ളത്. ഫാക്ക് കസറ ഉള്ളത്. ഞങ്ങളുടെ അടുത്തുള്ള ഫിറാൻസ എഡിഷനില് ഫാ എന്നുള്ളതിന് ഫത്തഹാണ് ഇട്ടിരിക്കുന്നത്. ഫത്തഹാണ്. നമ്മുടെ ബുക്കിലുള്ളത് ഫാക്ക് കെസറാണ്. കസറുള്ളവര് കസർ വായിച്ചോളൂ, 10 ഉള്ളവര് 10 വായിച്ചോളൂ. അപ്പൊ അത് ഏതാ ശരി? ഇലാഹുമ സഹീഹുൻ. അത് തന്നെ, കാരണം അത് ഒരു സ്ഥലത്തിന്റെ പേരാണ്. ഓക്കെ, സ്ഥലത്തിന്റെ പേരായതുകൊണ്ട്. അടുത്ത് വായിക്കേ. അടുത്ത സലാസ. മഹ്മൂദ് മരീമുൻ. മഹ്മൂദ് മരീമുൻ. മരീമുനല്ല, മഹ്മൂദുൻ മരീമുൻ. മഹ്മൂദുൻ മരീമുൻ. വഅൽആന ഫിൽ മുസ്തശ്ഫ. അടുത്തത് അർബ അടുത്ത ആള്. ذهب عبد الله من الألمانية إلى من ألمانيا. അൽമാനിയ അല്ല, من ألمانيا إلى അൽമാനിയ മുമ്പ് ഞാൻ എടുത്തു പറയുമ്പോൾ സ്ഥലത്തിന്റെ പേര് രാഷ്ട്രത്തിന്റെ പേരൊക്കെ പറയുമ്പോൾ നമ്മൾ ശ്രദ്ധിച്ച് വായിച്ച് പഠിക്കണം. ഒരു പ്രാവശ്യം പഠിച്ചാൽ മതി. അൽമാനിയക്ക് അല്ലില്ല, പിന്നീട് അംബീക്കയ്ക്ക് മിനൽ അംബീക്ക എന്നല്ല, അംബീക്ക തന്നെയാണ്. ഇപ്പൊ അല്ലില്ലാത്തതിന്റെ കൂടെ പിന്നെ അല്ല് ചേർക്കാൻ പാടില്ല. ഓക്കെ, അടുത്തത് മിൻ അൽമാനിയ ഇല ഇൻഗൽത്തറ. ആദൽ കിതാബു ലഈസ കിതാബുൽ മൂസ. അടുത്തത് ലിമൂസ. هذا المهندس من أمريكا. മുഹന്ദിസുൻ മിനൽ അപ്പൊ ഈ എക്സസൈസ് അമേരിക്ക. ഈ റീഡ് ആൻഡ് റൈറ്റ് എന്തിനാ തന്നിരിക്കുന്നത്? എഴുതാനും എന്തിനാ വായിക്കാനും. തന്നിരിക്കുന്നത്? ഓരോന്നിനും ഒരു ലക്ഷ്യമുണ്ടാവും. എന്തിനാ തന്നിരിക്കുന്നത്? ഇവിടെ എല്ലാം അലിഫിൽ അവസാനിക്കുന്നത്. അവിടെ നിന്നില ഫീ ഇലാക്ക വന്നു കഴിഞ്ഞാല് അവസാനത്തിൽ അടയാളം വരില്ല. മിൻ ഇംഗൽത്തറ ഇല ഫറൻസ ഫിൽ മുസ്തശ്ഫ ഇല ഇംഗൽത്തറ ലി മൂസ ലി ഈസ മിൻ അമേരിക്ക. അവിടെ ഒന്നും അടയാളം കസറൊന്നും വരില്ല. ഓക്കെ, അടുത്ത ഏക്കറ അല്ലവൽ. ഒന്നാമത്തെ വായിക്കും. അസ്സബൂറത്തു അമാമ ത്വാലിബി വഹിയ ഖൽഫിൽ മുദർരിസ്. ഞാൻ പാഠം പഠിപ്പിച്ചപ്പോ പറഞ്ഞായിരുന്നു, അമാമയും ഖൽഫയും വന്നാൽ ശേഷമുള്ളതിന് എന്ത് കൊടുക്കണം? കാരണം ആ സ്ഥാനം സൂചിപ്പിക്കുന്ന പദം ഇന്റെ ഉടേന്ന് അർത്ഥത്തിലായിരിക്കും വരിക. അസ്സബൂറത്തു അമാമ ത്വാലിബി വഹിയ ഖൽഫൽ മുദർരിസ്. ഇസ്നൈൻ
അയിന സയ്യാറത്തി സബൂറത്ത് എന്ന് പറഞ്ഞാൽ എന്താ അയിന അർത്ഥം? സയ്യാറത്തിക്ക് കസറ അയിന വന്നിട്ട് സയ്യാറത്തുൽ മുദരിസി അയിന സയ്യാറത്തി ആരാ വായിച്ചത്? അയിന സയ്യാറത്തുൽ മുദരിസി സയ്യാറത്തുൻ അയിന സയ്യാറത്തുൽ മുദരിസി മുദരിസി ഹിയ അമാമൽ മുദരിസി അമാം മുദരിസിന്റെ അമാമ ഈ അമാമൽ വാഹനം എവിടെ? മദ്രസത്തി ഹിയ അമാമൽ അമാമൽ മദ്രസ പിന്നിലാണ്. ഹിയ അമാമൽ സബൂറത്തുൻ ബോർഡല്ലേ? ആ മദ്രസത്തി. അയിന അയിന സയ്യാറത്തുൽ ബൈത്തുൽ മുദരിസി ഹിയ ഇമാം അമാമൽ മദ്രസത്തിയാണ്. മദ്രസയുടെ പിന്നിലാണ്. മദ്രസത്തിന അമാമ എന്നറിയാം അത് പിന്നിൽ എന്നാണോ? പിന്നിൽ. അമാമ മുമ്പിൽ മുന്നില് ഇമാം എവിടെ നിൽക്കുന്ന? ഇമാം അമാമ മുന്നിൽ. ഖൽഫാണ് ഇമാം പിന്നിൽ. നിൽക്കുന്ന സ്ഥലമാണ് അമാമ. അയിന സ്ഥലം അതാ. ബൈത്തുൽ ഇമാം അയിന ബൈത്തുൽ അയിന ഇമാം ബൈത്തുൽ ഇമാം ബൈത്തുൽ ഇമാമി അവസാനത്തെ അക്ഷരം ഇമാമി ഇമാം ഖൽഫൽ അതിന്റെ മസ്ജിദി. ബൈത്തുൽ അയിന ഇമാമി ബൈത്തുൽ ഇമാമിന്റെ ഇമാമി ബൈത്തുൽ ഇമാമി ബൈത്തുൽ ഖൽഫൽ ഇമാമി മസ്ജിദി. ഖൽഫൽ 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 മസ്ജിദ് മസ്ജിദി. ബൈത്തുൽ ഇമാമി ആ അയിന ബൈത്ത് പിന്നെ അയിന ജലസ നമ്മളെപ്പോലെ ജലസ പള്ളിയിലെ ഒരു സൈഡിലല്ല കിടന്നുറങ്ങുക ഇമാം. അയിന ജലസ ആ ഹാമിദ്. അയിന അയിന ജലസ ജലസ ഹാമിദ്. ഹാമിദ്. ജലസ ഹൽഫ ഖൽഫ മഹ്മൂദ് മഹ്മൂദ് മഹ്മൂദ്. ആ അപ്പൊ ജലസ എന്നുള്ള ഖൽഫ വെർബ് മഹ്മൂദി. ശ്രദ്ധിക്കുക. ജലസ അയിന ജലസ ഹാമിദിൻ. നമ്മൾ നേരത്തെ ദഹബയും ഇതൊക്കെ പഠിച്ചായിരുന്നു. ദഹബ് പഠിച്ചു, ഖറജ പഠിച്ചു അല്ലെ? അതെ. ദഹബയും ഖറജയും പഠിച്ചായിരുന്നു. അതേപോലെ അയിന ജലസ ഹാമിദിൻ. അപ്പൊ ജലസ എന്ന വെർബിനോടൊപ്പം ഹാമിദ് വന്നു. ജലസ ഹാമിദ് എന്ന് പറഞ്ഞാൽ ഹാമിദ് ഇരുന്നു. അയിന ജലസ ഹാമിദൻ, വേർ ഡിഡ് ജലസ ഹാമിദ് സിറ്റ്? ഹാമിദിന്റെ എവിടെ ഇരിപ്പിടം ഇരുന്നു? ഹാമിദ് എവിടെ ഇരുന്നു? ഇരുന്നു. ജലസ ജലസ ഖൽഫ ഹൽഫ മഹ്മൂദ്. മഹ്മൂദ് പിന്നെ ജലസ പറഞ്ഞപ്പോൾ ജലസ ഹാമിദിൻ പറയേണ്ട കാര്യമില്ല. അപ്പൊ അവൻ ജലസ ഇരുന്നു. എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? കഴിഞ്ഞു. അവനിരുന്നു. ഇരുന്നു. അവനിരുന്നു. അവനിരുന്നു ഹീ സാറ്റ്. അപ്പൊ ഹീ എവിടെയുണ്ട്? അതിന്റെ അകത്ത് ഹുവയുണ്ട്. ജലസയിൽ ജലസ ജലസയിൽ വെർബാണ്. ഹുവ ആ ജലസയിൽ ഹുവ വെർബിന്റെ അകത്ത് ഹുവയുണ്ട്. ഖൽഫ മഹ്മൂദിൻ. ഓക്കെ, മഹ്മൂദിന്റെ മഹ്മൂദിന്റെ പിറകിൽ പിന്നിലിരുന്നു. മഹ്മൂദിന്റെ മഹ്മൂദിന്റെ പിന്നിൽ പിന്നിലിരുന്നു. ഹംസ ذهب ذهب عمار عماري إلى إلى المسجد അമ്മാരി ഇന്നല്ല, ഇന്ന അവിടെ ذهب കിട്ടി. عمار ആ إلى ذهب المسجد. عمار إلى المسجد ഇലൽ മസ്ജിദി وجلس وجلس عمار വജലസ അമാമൽ മെഹ്റാബി. أمام المهراب അമാമൽ നമ്മൾ മെഹ്റാബി. പറയുന്നത് മെഹ്റാബാണ് കേട്ടോ. മെഹ്റാബ് അവിടുത്തെ أمام المهراب മറിയമ്മിന് പറഞ്ഞ മെഹ്റാബ് അല്ല. ദഹബ وجلس അമ്മാറുൻ. أمام ദഹബയുടെ അർത്ഥം എന്താ? പോയി പോയി. ദഹബ പോയി. അമ്മാറുൻ എന്ന് പറയുമ്പോൾ പ്രവേശിച്ചു. അമ്മാർ അമ്മാർ പോയി. അമ്മാർ പോയി. അപ്പം ദഹബയിലെ ഇലൽ മസ്ജിദ്. ഹീ എടുക്കേണ്ട കാര്യമില്ല, ഹുവ എടുക്കേണ്ട കാര്യമില്ല. കാരണം എന്താണ്? വജലസ. ദഹബയുടെ കൂടെ ആര് ചെയ്തു എന്നുള്ളത് പറഞ്ഞിട്ടുണ്ട്. ദഹബ അമ്മാറുൻ. അപ്പൊ അമ്മാർ പോയി എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇലൽ മസ്ജിദി വ ജലസ. പിന്നെ എന്ന് പറഞ്ഞു ജലസ എന്ന വാക്കാണ്. അപ്പൊ എന്താണ്? And he said, അവിടെ ഹീ എടുക്കണം. അമാമൽ മെഹ്റാബി. കാരണം അവനിരുന്നു അവിടെ പിന്നീട് ഇരുന്ന കാര്യം ആരാണെന്ന് പറയുന്നില്ല. അപ്പൊ അവൻ ഇരുന്നു എന്നാണ് നേരത്തെ പറഞ്ഞതാണ്. നേരത്തെ പറഞ്ഞതായതുകൊണ്ട് പിന്നീട് അവിടെ ജലസ എന്ന് മാത്രം പറഞ്ഞാൽ മതി. അപ്പൊ അവൻ ഇരുന്നു. അമാമൽ മെഹ്റാബി. മെഹ്റാബിന്റെ മുമ്പിൽ. അപ്പൊ നേരത്തെ പറഞ്ഞ പോലത്തെ മുന്നിലല്ല ഇത്. അമാമൽ മെഹ്റാബ് എന്ന് പറഞ്ഞാൽ മെഹ്റാബിന്റെ മുന്നിൽ ഒരു സീറ്റില്ല. മെഹ്റാബിന്റെ നമ്മൾ മലയാളത്തിൽ ഇംഗ്ലീഷ് പിന്നെ മെഹ്റാബിന്റെ ഫ്രണ്ടിൽ പോയി ഇരുന്നു എന്ന് പറഞ്ഞത് പോലെയാണ്. ഓക്കെ, തിങ്കൾ തറ മുസ്തഷ്ക. അൽ അൽ മുസ്തഷ്ഫ. അൽ മുസ്തഷ്ഫ. അൽ മുസ്തഫ എന്താണ്? ഇതൊക്കെ നമ്മൾ പറഞ്ഞ വാക്കാണ്. കലിമാത്തുൽ ജദീദ. ഹോസ്പിറ്റൽ. ഇതിൽ ഒരുപാട് പുതിയ വാക്കുകളൊന്നുമില്ല. ഒന്ന് മുസ്തഫ, ഉണ്ട് ആശുപത്രി. അൽമാനിയ, ഇംഗൽത്തറ, സുവൈസ്ര, സിക്കിൻ, ഫിറൻസ, അമാമ, ഖൽഫ. ഓക്കെ, ഒരുപാട് സമയമായി. സബൂറത്തുൻ ബോർഡാണ്. സബൂറത്ത് പഴയ വാക്കല്ലേ? സക്കീനു. ബോർഡ്. അസക്കീനു. സിക്കിൻ. സബൂറത്ത് ഇവിടെ പുതിയ വാക്കിന്റെ കൂട്ടത്തിലുണ്ടോ? ആ നേരത്തെ പറഞ്ഞ വായിക്കാനുള്ളതാണ്. അതൊക്കെ കഴിഞ്ഞില്ലേ? കഴിഞ്ഞു. ഇപ്പോഴും പഴയ പാഠം വായിച്ചിട്ടിരിക്കുകയാണ്. എവിടെ സബൂറത്ത് ഉള്ളത്? സബൂറത്ത് എന്ന് പറഞ്ഞാൽ എന്താ? ആറാം അത് കഴിഞ്ഞ് വാക്യം. അഞ്ച് വാക്യം കഴിഞ്ഞു. അതിന്റെ അർത്ഥം എന്താ? സബൂറത്തിന്റെയാ? ആ. സബൂറത്തിൻ ബോർഡ്. ബോർഡ്.
എഴുതി പഠിപ്പിക്കുന്ന ബോർഡിനാണ് സബ്ബോർഡത്ത് എന്ന് പറയുന്നത്. അപ്പൊ സബ്ബോർഡത്തിൽ ബൈദാഹും ഉണ്ടാവും, അതേപോലെ സബ്ബോർഡത്തിൽ അസ്വദും ഉണ്ട്, സൗദായും ഉണ്ടാവും. ബ്ലാക്ക് ബോർഡ് വൈറ്റ് ബോർഡും ബ്ലാക്ക് ബോർഡും. പണ്ടൊക്കെ ബ്ലാക്ക് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, ചോക്ക് കൊണ്ട് എഴുതിയിരുന്നുണ്ട്. അതുകൊണ്ടാണ് നമുക്ക് ബ്ലാക്ക് ബോർഡെന്ന് ഇപ്പൊ പറയാൻ പറ്റില്ല. സബ്ബോർഡത്ത് എന്ന് പറഞ്ഞാൽ ആ സബ്ബോർഡത്ത് തന്നെയാണ് ഇപ്പൊ എഴുതുന്നത്. പിന്നെ പച്ച ബോർഡും പല കളറിലുള്ള ബോർഡും ഉണ്ട് ഇപ്പൊ. ഓക്കെ, അപ്പൊ അത് പാഠം നന്നായിട്ട് വായിച്ചു പഠിക്കുക. ഞാൻ എന്ത് ചെയ്തില്ല, അടുത്ത പാഠത്തിലേക്ക് പോകാതിരിക്കാൻ വേണ്ടി കുറച്ച് ഡീറ്റെയിൽ ആയിട്ടാണ് പറഞ്ഞത്. അപ്പൊ അതുകൊണ്ട് ആ സമയത്ത് തീർന്നില്ല. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. സല്ലല്ലാഹു തആല വസല്ലം അലാ ഖൈരി ഖൽഖി മുഹമ്മദ് വഅലാ ആലിഹി വസ്സഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.